എന്താണ് ഈ ബ്രാൻഡിങ്? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാർ ബ്രാൻഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ളൊരു പെർസെപ്ഷൻ ആണോ? അത് ഫസ്റ്റ് സ്റ്റെപ്പ് ആവുന്നതും എല്ലാവരും ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് ലോഗോ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ബ്രാൻഡിൻ്റെതാണെന്നുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യണം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി കുറേ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ആ ലോഗോ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? പ്രോബ്ലം ഫസ്റ്റ്, പ്രോഡക്റ്റ് സെക്കൻഡ് എന്നുള്ളൊരു സാധനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓക്കെ, ഓൾറെഡി ഒരു ബ്രാൻഡിങ് പരിപാടി ഇൻറ്റൻഷനലി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നുണ്ട്. ചില ഷോപ്പിൽ പോകുന്നത് അവിടുത്തെ മുതലാളിൻ്റെ സ്വഭാവം കണ്ടിട്ടാണ്. കറക്റ്റ്. ഷാൻ്റെ ചാനലിലേക്ക് വരുന്ന ഒരാൾക്ക് വിഷ്വൽ ബ്യൂട്ടി ആണോ വേണ്ടേ, കണ്ടന്റ് ആണോ വേണ്ടേ, വരുന്ന ഗസ്റ്റ് ആണോ ഹൈപ്പ് ആവേണ്ടേ എന്നുള്ളൊരു സാധനത്തിൽ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ മാത്രം ഒരു മൂഡ് ബോർഡായിരുന്നു പ്രസൻറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരാളാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് അതാണ്. ക്ലയൻറ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോറി കൊണ്ടുപോയിട്ടിടും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെ കസ്റ്റമേഴ്സിന് ഈ സ്റ്റോറി അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മൂപ്പരെ സ്റ്റോറീസാണ് പറയുന്നുള്ളത്, മൂപ്പര് ജേണിയാണ് പറയുന്നുള്ളത്. മൂപ്പര് പണ്ട് പോർട്ട്ഫോളിയോ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോയ ആളാണ്. അപ്പോൾ അത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് സ്റ്റുഡൻസ് കേൾക്കണം. മെൻറ്റേഴ്സ് എങ്ങനെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണം. ഒരു ചാക്കോ മാഷ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് കണക്ഷൻ കിട്ടൂല. ഒരു സംസാരിക്കുന്ന സമയത്ത് ബ്രാൻഡിങ് ഈസ് അബൌട്ട് ഇമോഷൻസ് ആണ്. ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ചിന്തിക്കുമ്പോൾ എന്ത് ഇമോഷനാണ് നമ്മളെ ഉള്ളിൽ വരുന്നത്? ഈ ബ്രാൻഡിങ് ഞങ്ങൾ ഒരിക്കലും കൺസേൺഡ് അല്ലായിരുന്നു. കാരണം ഞങ്ങൾ തുടങ്ങിയത് തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആൾക്കൂടി വേണ്ടിയിരുന്ന് ഒരു പേര് വേണം, അത് വെബ്സൈറ്റ് കിട്ടണം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ബിസിനസ് വളരെ സീരിയസ് ആയി, അത് വളരെ ഓർഗനൈസ്ഡ് ബിസിനസ്സായി മാറി. സോ ബ്രാൻഡിങ് വേണം, ലോഗോ വേണം, ആൻഡ് വാട്ട് എവർ യു സീ ഇറ്റ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇ-കോം ഷോൻ്റെ അല്ലെങ്കിൽ ഇ-കോം ഷോയായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ എലമെൻസിൻ്റെയും ലോഗോവും കളറും ഒക്കെ മാറിയിട്ടുണ്ടാവും. സോ ഞങ്ങളത് കംപ്ലീറ്റ് ബ്രാൻഡിങ് എക്സസൈസ് ചെയ്തു. ആ ബ്രാൻഡിങ് എക്സസൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനും നോക്കാനും ഉണ്ടെന്ന്. സോ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങളൊരു ഡിസൈൻ ഏജൻസീനെ ഹയർ ചെയ്തു. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നബ്ഹാനാണ്, ഹാരിസ് ആൻഡ് കോ ഡിസൈൻ സ്കൂളിൻ്റെ ഹെഡ്. വെൽക്കമിങ് നബ്ഹാൻ ടു ദ ഷോ, ലീഡ് ഓഫ് ഹാക്ക ഡിസൈൻ സ്കൂൾ. താങ്ക് യു. യെസ്, നബ്ഹാനെ പറയും, എന്താണ് ഈ ബ്രാൻഡിങ്? ഓക്കെ, ബ്രാൻഡിങ് ഭയങ്കര സിമ്പിളാണ്. ലൈക്ക് ആൾക്കാർ നിനക്കാണ് സിമ്പിൾ, എനിക്കല്ല. ഫസ്റ്റ് ലൈക്ക് ആൾക്കാർ ബ്രാൻഡിങ്ങിനെ ഫസ്റ്റ് കാണുന്നത് ലോഗോ ആയിട്ടാണ്, വിഷ്വൽ ഐഡൻറ്റിറ്റി ആയിട്ടാണ്. പക്ഷെ ബ്രാൻഡിങ്ങിന് ഇപ്പം ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ മനസ്സിലാക്കിയത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതല്ല, നമ്മളെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാർ ബ്രാൻഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ളൊരു പെർസെപ്ഷൻ ആണ്, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് പല വേയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സാഡ് പാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി കിടക്കുന്നതും ലോഗോയിൽ തന്നെയാണെന്നുള്ളത്. അപ്പം അതിൽ രണ്ട് പെർസെപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ചാർജ് ചെയ്തിട്ട് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. വേറൊരു പോയിന്റ് ലൈക്ക് ഓക്കെ, ബ്രാൻഡിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഞാനിപ്പോൾ ഇ-കോമിലേക്ക് വന്നപ്പോൾ ഇതാണ് റൈറ്റ് പ്ലേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രോപ്പർ അവയർനെസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ കാണുന്ന വിഷ്വൽ ഐഡൻറ്റിറ്റിൻ്റെ അപ്പുറത്തോട്ടേക്കുള്ള കുറച്ച് ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇ-കോം ഷോയിൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. അത് വിത്തൗട്ട് ആക്ച്വലി സ്പെൻഡിങ് ഓൺ ലോഗോ. യെസ്, ലോഗോയിലല്ലാതെ തന്നെ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ കോണ്ടന്റ് ആയിരിക്കാം. കോണ്ടന്റിനും ബ്രാൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഷാൻ വിളിക്കുന്ന ഗസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഷാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജാണ് ഇ-കോമിൻ്റെ ബ്രാൻഡിങ്.
ലൈക്ക് അതിൽ ഇ കോമിന് ആൾക്കാർ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും? ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പ് ഓണേഴ്സിന് അല്ലെങ്കിൽ B2B ഓണേഴ്സിനൊക്കെ കണക്ട് ചെയ്യുന്ന ടോക്സ് വരുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ പുറത്തുനിന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബ്രാൻഡിങ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പോയിന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്യുന്ന കുറച്ച് എലിമെന്റ്സുകളുണ്ട്. അത് ചിലപ്പോൾ വിഷ്വൽ ആയിരിക്കാം, ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കാം, അതേപോലെ തന്നെ ഇന്റേണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. അതല്ലാതെ ലൈക്ക് പറഞ്ഞ നമ്മൾ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീൽ, ഇങ്ങനെ കുറേ എലിമെന്റ് ടച്ച് ചെയ്യുന്നതാണ് ബ്രാൻഡിങ്. ഗൂഗിൾ ഷീറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചോ, സ്റ്റോർ.ലിങ്ക് എക്സാക്ട്ലി അതാണ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പോൺസറും അവർ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബ്രാൻഡിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്കം ഒരു മെട്രിക്സ് വെച്ച് കാണാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പേടിയുള്ളതും സ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിലായോ എന്നുള്ളൊരു തോന്നൽ വരുന്നതും. അപ്പം അതൊരു മെട്രിക്സ് വെച്ചിട്ട് എന്താ പറയുക, നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ബ്രാൻഡിനെ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നിടത്താണ് ബ്രാൻഡിങ് പ്രോസസ്സ് വർക്ക് ആവുക. കൺസിസ്റ്റൻസിയാണ് ബ്രാൻഡിങ്ങിന്റെ മെയിൻ ഒരു ഫസ്റ്റ് ഫണ്ടമെന്റൽ എന്ന് പറയുന്നൊരു പരിപാടി. ഞങ്ങൾക്ക് ഇല്ലതും അതാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ബിഫോർ വി ഗോ ഫർദർ ഇൻ ടു ദിസ്, നബാൻ്റെ ആ സ്റ്റോറി, ആ ഡിസൈനിങ്, ബ്രാൻഡിങ്, ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? +2 കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ലൈക്ക് ഒരു ഫ്രീലാൻസ് വർക്കും അങ്ങനെയൊക്കെ ആയിട്ട്. ഫ്രീലാൻസ് വർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആൾക്കാരെ വരച്ചു കൊടുക്കുക എന്നുള്ള സെറ്റപ്പിലാണ് ചെയ്യുന്നുള്ളത്. അതായത് ലോഗോ വരച്ചു കൊടുക്കും? ലോഗോ അല്ല, ആൾക്കാരെ ഫേസിലേക്ക് പോർട്രേറ്റ്. അപ്പോൾ ഒരു അഡോബ് ബ്രോ എന്നൊക്കെ പറഞ്ഞ ആപ്പിൽ. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ ഇടയ്ക്ക് ഇക്കാൻ്റെ ഒരു വർക്കും കൂടി ഇക്കാൻ്റെ ഒരു ലോഗോ ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്ത് അത് കണ്ടിട്ടാണ് നാട്ടിൽ തന്നെ ഒരു ഏജൻസി വിളിച്ച് അവിടെ പോയിട്ട് ഫോട്ടോഷോപ്പ് പഠിച്ച് ആ സമയത്ത് ഹാരിസിനൊന്ന് പരിചയപ്പെട്ട്. ഹാരിസ് ലൈക്ക് ആ സോഷ്യൽ മീഡിയ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഷാർക്ക്. ഇൻസ്റ്റഗ്രാം ഷാർക്ക്. അപ്പോൾ അങ്ങനെ കണ്ട് മൂപ്പരെ ലൈക്ക് എനിക്കൊന്ന് കണക്ഷനിലുണ്ട്, വർക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു. മൂപ്പര് ഒരു ദിവസം ഫ്രീലാൻസ് ലൈക്ക് ഡിസൈനറെ ഹയർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിട്ട് നേരെ മൂപ്പരെ കൂടെ ഫ്രീലാൻസറായിട്ട് ജോയിൻ ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ക്ലയൻ്റാണ് ബ്ലൂടൈക. ബ്ലൂടൈകൻ്റെ കൂടെ നമ്മളെല്ലാവരും വർക്ക് ചെയ്ത പ്രോജക്റ്റാണ്. ബ്ലൂടൈകൻ്റെ കൂടെ ആഡ് ക്രിയേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ സോഷ്യൽ മീഡിയ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കുറച്ച് കാലം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രാൻഡിങ് പ്രോജക്റ്റ് ചെയ്യും, പക്ഷെ ബ്രാൻഡിങ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യാൻ കുറേ മോക്കപ്പും കുറേ പെന്നിലും ട്രക്കിലും ഇങ്ങനെയൊക്കെ മോക്കപ്പ് ഒക്കെ ചെയ്ത് പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ അതാണ് ബ്രാൻഡിങ് വിശ്വസിച്ച ആളാണ് ഞാനും. ഒരു പോയിന്റ് എത്തിയ സമയത്ത് സീരിയസ് ആയിട്ട് ഒരു ക്ലയൻറ്റിനെ ഹാരിസ് അപ്രോച്ച് ചെയ്ത് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര ചെറിയൊരു എമൗണ്ടിൽ 15,000 റുപ്യക്കാറ്റാന്ന് തോന്നുന്നു അപ്രോച്ച് ചെയ്തത്. പക്ഷെ ആ ക്ലയൻറ്റ് അത് ഓക്കെ ആയി, ഫസ്റ്റത്തെ പ്രോജക്റ്റ് അപ്രൂവ്ഡ് ആയി. എന്നിട്ട് രണ്ടാമത് ഇതേപോലെ തന്നെ ലൈക്ക് ഹാരിസിന് ഒരു ഗഡ് ഫീലിംഗ് വന്നു, ഓക്കെ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നേരെ 15 നേരെ 60 ചാർജ് ചെയ്യുന്നത്. അപ്പം പ്രോജക്റ്റുകൾ കൂടാൻ തുടങ്ങി, ലൈക്ക് നല്ല പ്രോജക്റ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ബ്രാൻഡിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടി പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സാധനം ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് ആവുന്നതും എല്ലാവരും ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ്. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ഇന്റൻഷനലി അല്ലാന്നുണ്ടെങ്കിലും ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡിങ് ഈസ് എ ഫീലിംഗ് എന്ന് പറയാം. ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോണ്ടന്റ് കേൾക്കുമ്പോൾ ആ കോണ്ടന്റ് നമുക്ക് തരുന്ന ഫീലിംഗ്, ചിലപ്പോൾ ആ കോണ്ടന്റിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇപ്പോൾ കുറേ 2-3 പോഡ്കാസ്റ്റ് ഒരു സെയിം ടോൺ ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവിടെ വരുന്ന ഗസ്റ്റിന് ഒരു ബ്രാൻഡ് ഉണ്ടാവും. ആള് ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസ് ലൈക്ക് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള ആളായിരിക്കില്ല. ചിലപ്പോൾ അയാൾക്ക് ഭയങ്കര ഗുഡ് പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കും. അപ്പം ആ ബ്രാൻഡിനെ കാണുന്നതും അതുപോലെ നല്ല പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ഔട്ട്കം വരുന്ന ഒരു പോഡ്കാസ്റ്റാണ്. അപ്പം അങ്ങനെ കുറച്ച് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബ്രാൻഡിങ്. അപ്പം അതിൻ്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കൺസിസ്റ്റൻസി എന്നുള്ളത്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റിലൂടെ. അപ്പോൾ അതാണ് ലൈക്ക് ഒരു ജേണി ഇങ്ങനെ ഷോർട്ടായി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ നമ്മളിത് ഒരു സ്റ്റാർട്ടപ്പാണ്, ഈ കോം ഷോ ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എപ്പോഴാണ്
ഓക്കെ, ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ആണ്. സോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വി സ്റ്റാൻഡ് ഫോർ ഇ കൊമേഴ്സ്. ആൾക്കാർക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടാവും, അതായത് ഇ കോം ഷോ എന്ന് പറഞ്ഞാൽ അവർ ഓൺലൈൻ എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നാണ് പഠിപ്പിക്കുന്നത്. സോ ആ പെർസെപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഒരിക്കലും ഞാൻ വല്ല ലോഗോനെ കുറിച്ചോ അല്ലെങ്കിൽ കളറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈവൻ പേരിനെ കുറിച്ച് പോലും കൺസേൺ അല്ലായിരുന്നു. ആൾക്കൂടി ഒറ്റ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ, ആ പേരില്ലത് .com കിട്ടണം. കാരണം .comനുള്ള ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വേറെ ഒരെണ്ണത്തിനും കിട്ടൂല, കാരണം വേൾഡ് വൈഡ് ആകുമ്പോൾ. ഇത് മാത്രമായിരുന്നു എൻ്റെ കൺസേൺ. സോ ശരിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഞാൻ ഇപ്പോൾ പല സ്റ്റാർട്ടപ്പ്സും കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ പോയി ലോഗോ, എല്ലാ കാശും മൊത്തം ലോഗോ ഉണ്ടാക്കാനും അതിൻ്റെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ലോഗോ ഉണ്ടാക്കലാണെന്നാണ് പൊതുവേ എല്ലാ ധാരണ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് കൊണ്ടുവരിക. ശരിക്കും എപ്പോഴാണ് നമ്മൾ ലോഗോൻ്റെ മുകളിലും കളറിൻ്റെ മുകളിലും ഒക്കെ ഒബ്സസ്ഡ് ആവേണ്ടത്? ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു ലൈക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസിനെ എടുത്തെത്തുന്നുണ്ടാവില്ല. അതെ, ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ്. ആ സമയത്ത് നമുക്ക് ബ്രാൻഡിങ്ങിൽ തന്നെ കുറച്ച് ഫേസസ് വെച്ചാൽ മതി. ഫസ്റ്റ് ഫേസിൽ ഒരു ലോഗോ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട് ഒരു ലോഗോ മതി. പിന്നെ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊണൗൺസ് ചെയ്യുന്നതും, അത് നമ്മളൊരു 10, 15, 20 എന്താ പറയുക, നമ്മളെ ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ ആ പേര് മാറ്ററാണ്. അപ്പോൾ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഡൊമൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പേര് ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ, റീഡബിൾ ആണോ, ഇങ്ങനത്തെ എലമെൻറ്റുകൾ ഫസ്റ്റ് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ലോഗോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നതല്ല ലോഗോ. ലോഗോ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ബ്രാൻഡിൻ്റെതാണെന്നുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം. അത് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ലൈക്ക് ഭയങ്കര സ്റ്റോറി ലോഗോയിൽ വെക്കുക, ലോഗോയിൽ ഇങ്ങനത്തെ പരിപാടി വന്ന് അതായി ഇങ്ങനെ സംഭവിച്ച് അങ്ങനെയും ലോഗോ വേണ്ട. ലോഗോ ഭയങ്കര സിമ്പിൾ ആവാന്നുള്ളതാണ്. അപ്പോൾ ലോഗോ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു 500 പേജുള്ള ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. 100 പേജോ? നമുക്ക് TCSന്റെ പ്രോജക്റ്റ് വന്നപ്പോൾ TCSന് എനിക്ക് തോന്നുന്നൊരു 600 പേജ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരെ ഗൈഡ് ലൈൻസ് അങ്ങനെയാണ്. അത് ക്രിയേറ്റീവ്സിൽ നമുക്ക് നമ്മളേതായ ഒരു ഇൻപുട്ട് ഇടാൻ സമ്മതിക്കില്ല. അവർ ഓൾറെഡി സ്ട്രക്ചർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരെ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിനുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും ഓൺലൈനിലുള്ളതാണെങ്കിലും മെയിൽ മാർക്കറ്റിങ്ങിനുള്ളതാണെങ്കിലും എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് വിഷ്വൽ ബ്രാൻഡിങ്ങിൻ്റെ അറ്റ് എൻഡ് എന്ന് പറയുന്നത്. ആ സാധനം കീപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ഞാൻ തുടങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കണം നിങ്ങളെ പഴയ ലോഗോ എന്തായിരുന്നത്. ഞാൻ തീരെ കൺസേൺഡ് അല്ലായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ഒരു സൊല്യൂഷൻ, നമ്മളെ പോഡ്കാസ്റ്റ് ആണ് നല്ല സൊല്യൂഷൻ. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നാട്ടുകാർക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ അറിയില്ല, അത് നമ്മൾ പോഡ്കാസ്റ്റിലൂടെ പഠിപ്പിക്കുന്നു. അപ്പം അവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു ലോഗോ വേണം, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി കടിച്ചു. അപ്പം ആ സമയത്ത് ഇപ്പം എന്നെപ്പോലെ അല്ലെങ്കിൽ ഒരു D2C സ്റ്റാർട്ടപ്പ് ശരിക്കും ലോഗോയിൽ വളരെ ഒബ്സസ്ഡ് ആവണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗോ മതി തൽക്കാലം നമ്മൾ നോക്കുക. കാരണം അവിടെ ഒരു ബിസിനസ് ഉണ്ടോ എന്ന് പോലും അറിയാനുണ്ടാവില്ല. കാരണം നമ്മളൊരു ഐഡിയ വന്നു, ഒരു പ്രോബ്ലം കണ്ടു, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി, ഇത്രയേ ഉള്ളൂ. അവിടെ ബിസിനസ് ഉണ്ടോ എന്ന് അറിയില്ല. മനസ്സിലായി. ലോഗോ ലോഗോനെ ഇങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി കുറേ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ആ ലോഗോ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ ആ ലോഗോൻ്റെ അട്രാക്ഷനെ കുറിച്ചല്ല പറയുന്നത്, വിസിബിലിറ്റിനെ കുറിച്ചാണ്. ആ ലോഗോ കാണുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ലോഗോ ഓക്കെയാണ്, അത്ര മതി ലോഗോനെ അപ്രോച്ച് ചെയ്താൽ. അതല്ലാത്ത കുറേ ഇപ്പോൾ നൈക്കീൻ്റെ ലോഗോ ഒക്കെ ഭയങ്കര ഒരു കൾച്ചറായിട്ട് ആൾക്കാർ ഏറ്റെടുത്തതാണ്. അത് ലൈക്ക് അങ്ങനെ കുറേ ലോഗോസ് ഉണ്ട്. ആൾക്കാർ ഈ വലിയ ബ്രാൻഡിൻ്റെ ഒക്കെ ലോഗോ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയുക, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ഇത് കണ്ടിട്ട് അത് ചേഞ്ച് ചെയ്ത് ഭയങ്കര പ്രശ്നമാണ്, ഇത് ചേഞ്ച് ചെയ്യണ്ട അങ്ങനെ ലൈക്ക് ജാഗ്വറിൻ്റെ ലോഗോ ഒക്കെ ആൾക്കാർ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ അപ്രോച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ലോഗോ ഭയങ്കര സിമ്പിളാണോ, ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഹൈറാർക്കിക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളെ കുറേ ലോഗോൻ്റെ ഇടയിൽ നമ്മളെ ലോഗോവും അതുപോലെ എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കുക എന്നുള്ള സാധനം നോക്കേണ്ടിയുള്ളൂ. പക്ഷെ
ആ ചെയ്യുന്ന ലോഗോയിലേക്ക് അത്യാവശ്യം പണി ഡിസൈനർ എടുക്കണം. അത് ഡിസൈനറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ലോഗോ ആണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ മേലെ അതല്ല ബ്രാൻഡിങ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പോയിന്റ്. ലൈക്ക് ഒരു ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ലോഗോ കിട്ടിക്കഴിഞ്ഞാലേ അടുത്ത പരിപാടി പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഇപ്പം എനിക്കൊന്ന് എല്ലാ സ്റ്റാർട്ടപ്പ് ഓണേഴ്സും ഫസ്റ്റ് പറയുന്നുണ്ടാവുക ഓക്കെ പുതിയ ബ്രാൻഡഡ് ആണ്, ലോഗോ കറക്റ്റ് ചെയ്യണം, ഒരു വെബ്സൈറ്റ് ചെയ്യണം. അങ്ങനെ അപ്രോച്ച് ചെയ്യണ്ട. അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഫേസ് വെക്കുക. ഇപ്പം ഞാനും സെയിം സാധനത്തിലാണ് വിശ്വസിക്കുന്നുള്ള. പ്രോബ്ലം ഫസ്റ്റ്, പിന്നെ ഐഡിയ സെക്കൻഡ് എന്നുള്ള, ലൈക്ക് പ്രോഡക്റ്റ് സെക്കൻഡ് എന്നുള്ളൊരു സാധനത്തിലാണ് ഞാനും വിശ്വസിക്കുന്നുള്ളത്. അപ്പം ഈ പ്രോബ്ലത്തിനുള്ള കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. ഈ കസ്റ്റമേഴ്സ് നമ്മളെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അവർ ഓക്കെയാണ്, എന്നിട്ട് ഇവർക്ക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്താണെന്നുള്ളത് അപ്പം പറയാം. നമുക്ക് കുറച്ച് ഓഡിയൻസ് വേണം അവിടെ കേൾക്കാൻ വേണ്ടിയിട്ട്. ആ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് പറയുന്നതാണ് ബെറ്റർ. ആദ്യം തന്നെ പറയുന്ന ബ്രാൻഡ് ഉണ്ട്, അത് പറയുന്ന ബ്രാൻഡ് അങ്ങനെ ചെയ്യണം. ഇപ്പം ഗല്ലി ലാബ്സ് എന്ന് പറയുന്ന ഷൂ ബ്രാൻഡ്, ലൈക്ക് അവര് സ്നീക്കേഴ്സ്, അവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഔട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റാണ് സ്നീക്കേഴ്സിന്റെ. ഓൾറെഡി നൈക്കും അഡിഡാസ് ഒക്കെ എന്താ പറയുക ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ത്യയിൽ. അപ്പം ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉള്ളത് ഒരു കൾച്ചറൽ എന്താ പറയുക, ആ ഒരു ഡേസി സ്റ്റൈല് ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ അവിടെ ഓൾറെഡി ഉണ്ട്. ഈ കൾച്ചറിനെ ഓൾറെഡി എന്താ പറയുക വെൽക്കം ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം നൈക്കിനും അഡിഡാസിനൊക്കെ വെൽക്കം ചെയ്തതാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് ഇങ്ങനത്തെ ഒരു ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൾച്ചറൽ സാധനം ഫിറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുള്ളത് അറിഞ്ഞിട്ട് ഗല്ലി ലാബ്സ് ഇപ്പോഴും അവർ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇപ്പോഴും വെരി കൺസിസ്റ്റന്റ് ആയിട്ട് ആ സാധനം കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ കസ്റ്റമേഴ്സ് എല്ലാവരും ജനറൽ അല്ല, എല്ലാവരും നീഷാണ്. അപ്പൊ ആ നീഷിന്റെ അടുത്തേക്ക് പോവാനാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിങ് ഡിമാൻഡിങ് ആണ്. അങ്ങനത്തെ ഒരു ബ്രാൻഡിങ് വേണം. ബേസിക്കലി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്റെ കസ്റ്റമർ ആരാന്ന് അറിയുന്നവരാണെങ്കിൽ അത് ചെയ്യാം. മേക്ക് സെൻസ് ടു ഡു ഫുൾ ഫ്ലെഷ്ഡ് ബ്രാൻഡിങ്. അതെ. അല്ല, ഇപ്പം നിങ്ങളൊരു പ്രോബ്ലം കണ്ടു, അതിനുള്ളൊരു സൊല്യൂഷൻ ഇതായിരിക്കാം, പിന്നെ ചിലപ്പോൾ സൊല്യൂഷൻ പിവറ്റ് ചെയ്തേക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ഒരു ലോഗോ ഇട്ടതിന് ശേഷം മതി, ലേറ്റർ ഓൺ ഫിഗർ ഔട്ട് ചെയ്താൽ മതി. യെസ്. ഇപ്പം ഞാൻ ഈ കോമിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ കോമിൽ കാണുന്ന കൂടുതൽ കണ്ടന്റും ബിസിനസ് ഓറിയന്റഡ്, ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്, ഈ കമ്മ്യൂണിറ്റി ഭയങ്കര ആക്റ്റീവ് ആണെന്നുള്ളത് അറിയാം. ഹാരിസ് ഖാന്റെ പോഡ്കാസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി പേജസ് എല്ലാം എടുത്തു നോക്കുന്നത്. ആ സമയത്ത് ഇതിൽ വരുന്ന കണ്ടന്റും ടോക്കും അതിനൊരു ടോൺ ഉണ്ട്, അതിനൊരു അത് ആൾക്കാരെടുക്കുന്ന പെർസെപ്ഷനും ഉണ്ട്. കറക്റ്റ്. അപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയി പഠിക്കാൻ പറ്റും, ഇതെനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഇതേപോലെ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും പറയാൻ പറ്റുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓക്കെ ഓൾറെഡി ഒരു ബ്രാൻഡിങ് പരിപാടി ഇന്റൻഷനലി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ പറയുമല്ലോ, ചില ഷോപ്പിൽ പോകുന്നത് അവിടുത്തെ മുതലാളിന്റെ സ്വഭാവം കണ്ടിട്ടാ. അതേ സാധനം മറ്റിടത്തും കിട്ടുമായിരിക്കും, പക്ഷെ അത് അയാളെ സ്വഭാവം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡിങ് ആണ്. അതും ഇപ്പൊ നമ്മള് എന്താ പറയുക, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന സമയത്ത് അവിടെ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിക്കും. അത് ഓരോ ബ്രാൻഡിങ്ങാ. അത് എക്സ്പീരിയൻസിലൂടെ അങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആ ബ്രാൻഡിങ് ആണെന്നുള്ളത്. അപ്പോൾ ബ്രാൻഡിങ്ങിന് അങ്ങനെ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് അത് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാലിക്കറ്റ് പരിവാരം. നിങ്ങൾ തന്നെയാണ് അതിന്റെ ബ്രാൻഡിങ് ചെയ്തത്. അവിടെ ഞാൻ പോണത് സലാംക്ക് വന്നിട്ട് നേരെ തോളിലായിട്ട് കൈയിടും. ആ ഒരു വെൽക്കമിങ് സാധനത്തിനാണ് ഞാൻ ആക്ച്വലി കാലിക്കറ്റ് പരിവാറിൽ പോണത്. കാരണം ആ ഒരു ഫീല്, ആ ഒരു ഹോംലി ഫീൽ. അതെ. കാലിക്കറ്റ് പരിവാറിൻ്റെതും മൂപ്പർ അപ്രോച്ച് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം, അതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. കാലിക്കറ്റ് പരിവാറിലേക്ക് പറഞ്ഞ പോലെ ഒരു ബ്രാൻഡിങ് വേണം എന്നുള്ള രീതിക്ക് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്തു. നമ്മൾ 2-3 ഓപ്ഷൻസ് ഒക്കെയാണ് ചെയ്തത്. പക്ഷെ നമ്മളടുത്ത് നമ്മളിങ്ങനെയാണ് ചോദിക്കുന്നത്, നിങ്ങളെ വിഷൻ എന്താണ്, നിങ്ങൾ എങ്ങനെ പക്ഷെ മൂപ്പരെ വിഷനും അങ്ങനല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് പറയാനില്ല, പക്ഷെ മൂപ്പർക്ക് നല്ല കഥ പറയാനുണ്ട്. മൂപ്പര് അന്ന് ഇങ്ങനെയായിരുന്നു, അവർ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു, വല്യപ്പൻ്റെ ബിസിനസ് ചെയ്ത ആ സാധനങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്നാണ് എന്താ പറയാ മൂപ്പരടുത്ത് നമുക്ക് ബ്രീഫ് കിട്ടുന്നത്.
അതായത് ആ കഥയിൽ നിന്ന് നിങ്ങൾ ബ്രീഫ് ഉണ്ടായി, ബ്രീഫ് ഉണ്ടാക്കി. അല്ലാണ്ട് വിഷനും ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് പറയണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു പുതിയൊരു ബിസിനസ്മാൻ ചിലപ്പോൾ ആ വിഷനും മിഷൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ പറഞ്ഞുതരും. കറക്റ്റ്. അപ്പം മൂപ്പരെ അടുത്തത് ഇങ്ങനെയാണ് കിട്ടുന്നുള്ളത്, മൂപ്പരെ പെർസെപ്ഷനും മൂപ്പരെ മൂഡ് ബോർഡും മൂപ്പരെ തലയിലുള്ളത്. അപ്പൊ അതിങ്ങനെ പറഞ്ഞ് അതിനാണ് നമ്മൾ ഒരു വിഷ്വൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് മൂപ്പർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കാലിക്കറ്റിന് അത്യാവശ്യം ലൈക്ക് ഒരു 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 ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് മൂപ്പർ അപ്രോച്ച് ചെയ്തത്. ബേസിക്കലി എനിക്കൊന്ന് പരിവാറിന്റെ അർത്ഥം ഫാമിലി, ആ അതേപോലെ മൂപ്പര് അങ്ങനെയാണ് മൂപ്പർ അപ്രോച്ച് ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. പക്ഷെ ഈ പരിവാറിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലോഗോയിൽ കുറെ എന്താ പറയാ അർത്ഥങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോ പാരഗൺ ലോഗോയില് പാരഗണിന്റെ ഇത് സ്ട്രക്ചർ ഒക്കെ ഉണ്ട് അവിടെ, അത് പാരഗൺ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പാരഗൺ അത്രയും ഹിസ്റ്ററിയുള്ള അതേപോലെ കൾച്ചറിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു റെസ്റ്റോറന്റ്, കാലിക്കറ്റിന് ഇമ്പാക്ട് ഉണ്ടാക്കിയ റെസ്റ്റോറന്റ്. ആ ലോഗോക്ക് അങ്ങനെ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ വരണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാത്തിനും എല്ലാം വേണ്ട ശരിക്കും. ചില കാര്യത്തിൽ ഇപ്പോൾ മിനിമലിസം ശരിക്കും ഭയങ്കര മിനിമലായിട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. മിനിമലിസം എന്ന് പറയുന്നത് ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡായിരുന്നു, അത് കഴിഞ്ഞു ശരിക്കും. പക്ഷെ ആൾക്കാർ ഇപ്പോൾ ക്ലൈൻ്റ് ആണെങ്കിൽ എല്ലാവരും കൊടുക്കുന്ന ബ്രീഫ് മിനിമലാവാം എന്നുള്ളതാണ്. പക്ഷെ അതൊരു ട്രെൻഡായിരുന്നു. നമ്മളെ ബ്രാൻഡിന് എന്താണോ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഗൈൻ പിന്നെ ഇ-കോം ഷോയിലേക്ക് നമ്മൾ തിരിച്ചു വരാം. നിങ്ങൾ പറഞ്ഞു ആ പെർസെപ്ഷൻ എനിക്ക് മനസ്സിലായിരുന്നു. ആൻഡ് ദെൻ ഹൗ ഡിഡ് ദ സ്റ്റോറി ഇവോൾവ്? ഇ-കോമിന് നമ്മൾ കാലിക്കറ്റ് പരിവാറിൽ നമ്മൾ തിരിച്ച് ഫുഡ് കഴിച്ച് തിരിച്ചു. ഇ-കോമിലേക്ക് പറഞ്ഞ പോലെ ഞാൻ ഇത് കണ്ട സമയത്ത് ഹാരിസ് ഖാൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ ബ്രാൻഡിങ് ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ഇവര് ബ്രാൻഡിങ് ചെയ്യും, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ, ഷാൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ, നമുക്ക് നല്ലൊരു ബ്രാൻഡിങ് ഐഡന്റിറ്റി ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന്. ഹാരിസ് ഖാ ഈസി ആയിട്ട് പറ്റും. അങ്ങനെ ഷാനായിട്ട് കണക്ട് ചെയ്തു, നമ്മളൊരു ടീമിനെ ഫോം ചെയ്തു. ലൈക്ക് ബ്രാൻഡിങ് ഓൺലൈൻ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ്, അവർ ഓൾറെഡി ഡിസൈനേഴ്സ് ആണ്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇവര് പഠിക്കുന്ന സമയത്ത് ചെയ്ത് പഠിക്കട്ടെ എന്നുള്ളൊരു പരിപാടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഷാനാകുന്ന സമയത്ത് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ ഈസിയാണ്, നമ്മൾ ഓൾറെഡി കണക്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇടപെടെ വന്നാണ്ട് കുഴപ്പമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളും കുറെ മൂഡ് ബോർഡ് ഷാൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കും കുറെ മൂഡ് ബോർഡ് തന്ന് നമ്മൾ റിജക്ട് ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് എത്താം. എന്താണ് മൂഡ് ബോർഡ്? ഓക്കെ, അതിന്റെ പ്രോസസ്സ് പറയാം. ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റിൽ ഇപ്പൊ ഷാൻ്റെ അടുത്ത് നമ്മൾ അപ്രോച്ച് ചെയ്ത പ്രോസസ്സ് പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ ഷാന്റെ ടീമായിട്ടാണ് ഞാൻ ആദ്യം ഇരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ അപ്പോഴും വളരെ സീരിയസ് ഒന്നല്ലോ കേട്ടോ. ഓക്കെ, നമ്മളെ പരിപാടി നടക്കുന്നുണ്ടാവും, മാറ്റിക്കോ, ചെയ്തോന്നുള്ളതാണ് വലിയ പ്രശ്നമല്ല. നമ്മളൊരു ബിസിനസ് ആണ്, നമ്മൾ സർവൈവ് ചെയ്യും. ഇത് വേണ്ട, ഇത് അത്യാവശ്യമൊന്നുമില്ല. കറക്റ്റ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ടീമിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ടീമിന് എന്തുകൊണ്ട് വേണം എന്നുള്ള രീതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് എന്തുകൊണ്ട് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പം ഷാൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒന്ന് ഷാൻ്റെ ഫേസാണ്. പേഴ്സണൽ ബ്രാൻഡിങ് നമ്മളെ ബ്രാൻഡിന് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്ന് ഇതിൽ സംസാരിക്കുന്ന ഇതിൽ വരുന്ന ഗസ്റ്റാണ് ഇതിലൊരു ഒരു ഒരു എന്താ പറയുക മെയിൻ എലമെന്റ്, ഒരു എലമെന്റ്. ഇതിൽ വരുന്ന ഗസ്റ്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഈ പഠിക്കാനുള്ള എലമെന്റ് അല്ലെങ്കിൽ പഠിക്കുന്ന ടോൺ ആണ് നമ്മളെ ബ്രാൻഡിന്റെ ഒരു ബ്രാൻഡിങ് മെത്തേഡ് എന്നൊക്കെ പറയാം, ആ ഒരു പ്രോസസ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന് നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സ്കെയിലിൽ പോകുന്ന സമയത്ത് വെരി ഗുഡ് ആയിട്ടുള്ള ലോഗോ വേണം, മെച്ചോർഡ് ആയിട്ടുള്ള ലോഗോ വേണം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ലോഗോ ഒരു മെച്ചോർഡ് അല്ല എന്നുള്ളതാണ്. നമ്മൾ അത്യാവശ്യം വലിയ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ പെർസെപ്ഷനിൽ ഈ നമ്മളൊരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിന് നമ്മൾ വെക്കുന്ന സെറ്റപ്പുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാളെ നോക്കിയിട്ട് അയാൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ നല്ല നോളജ് ഉണ്ട്, പക്ഷെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മളൊന്ന് വിലയിരുത്തും. ആ ജഡ്ജ്മെന്റ് കോൾ ഉണ്ടാവും. അപ്പോൾ അവിടെയും ഒരു ബെഞ്ച് മാർക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ആയിരിക്കും എന്നുള്ള രീതിക്കാണ് ഇ-കോമിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് ഷാൻ ലോഗോക്ക് ചെയ്യുന്ന സമയത്ത് കൺസേൺ ഉണ്ടായിരുന്നില്ല, ഒരു ലോഗോ വേണമെന്ന് പറഞ്ഞ് ചെയ്തായിരിക്കും. അപ്പം ഓക്കെ, ഇ-കോം ഒരു ബോൾഡ് അപ്രോച്ച് ഉണ്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ അങ്ങനത്തെ ഒരു ലോഗോയിലേക്ക് തന്നെ വന്നത് ആക്ച്വലി. എന്നിട്ട് സ്റ്റുഡൻസിന് ഈ പറഞ്ഞ പോലെ ഷാനായിട്ടുള്ള ടീമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഓരോ ബ്രീഫ് കളക്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു റിസർച്ച് ഇൻ ദ സെൻസ് ലൈക്ക് അവർക്ക് ഇപ്പോൾ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള അത്യാവശ്യം പോഡ്കാസ്റ്റ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കി അതിലൊക്കെ ആൾക്കാർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നുള്ളത്, അവിടെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് ഫസ്റ്റത്തെ പ്രസൻറ്റേഷനിൽ നമ്മൾ ഒരു മൂഡ് ബോർഡ് ആയിട്ടാണ് വരുന്നുള്ളത്. മൂഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മൂഡ് ബോർഡ് എന്നുള്ള മെത്തേഡ് നമ്മൾ ശരിക്കും എനിക്ക് വർക്ക് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലയൻറ്റിന് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ഡയറക്ഷൻ കിട്ടണം. ഇപ്പോൾ ഞാൻ കുറേ സാധനം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടന്റ് ആയിട്ട് പറഞ്ഞേ, ഞാൻ പറയുന്ന കാര്യം വിഷ്വലാണ്. അപ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിനൊരു ഡയറക്ഷൻ വേണം. ഈ ഡയറക്ഷൻ നമ്മൾ വേറെ റെഫറൻസ്, ഇൻസ്പിറേഷൻസ്, ആർട്ടോ ഡിസൈനോ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇതിൻ്റെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൂഡ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂഡ് ബോർഡ് ഡയറക്ഷനിലൂടെയാണ് ക്ലയൻറ്റിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇങ്ങനെയൊക്കെയല്ലേ വരിക, അല്ലെങ്കിൽ ഈ രൂപത്തിലായിരിക്കില്ല ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ മെത്തേഡ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഷാൻ്റെ അടുത്ത് നിന്ന് സജഷൻ വന്നത്. ഓക്കെ, നമ്മൾ യൂട്യൂബിലാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുള്ളത്. അപ്പം ഷാന് വേണ്ടത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് കണക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഷാൻ ഫസ്റ്റത്തെ ബ്രീഫിൽ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ മാത്രം കൊണ്ടാണ് രണ്ടാമത് സിറ്റിംഗ് വരുന്നത്. യൂട്യൂബ് ആണ് നമ്മളെ മെയിൻ സാധനം. അതെ, നമ്മളെ മെയിൻ ചാനൽ അതാ. അതെ. അപ്പോൾ അതിലേക്ക് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഒരു തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഹുക്ക് എന്താണ്, ആൾക്കാർ ഹുക്ക് ചെയ്യുന്ന സമയത്തിലേക്ക് ആൾക്കാരെ ഗസ്റ്റിന്റെ ഇമേജ് ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടന്റ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യോ, ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ വിഷ്വൽ മാറ്റർ ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മാറ്റർ ആവുക. ഇപ്പം ഞാൻ ഡിസൈൻ സ്കൂൾ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസൈൻ സ്കൂൾ നോക്കുന്ന ആൾക്ക് ആർട്ടും ഡിസൈനൊക്കെയാണ് ഫസ്റ്റ് അട്രാക്ഷൻ. ഒരു ഫസ്റ്റ് നോക്കുക നമുക്ക് ഈ പരിപാടി അറിയുന്നുണ്ടോ എന്നുള്ളതാണ്, ഇത് നമ്മൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അത് ഒരു നോക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഷാൻ്റെ ചാനലിലേക്ക് വരുന്ന ഒരാൾക്ക് വിഷ്വൽ ബ്യൂട്ടി ആണോ വേണ്ടേ, കണ്ടന്റ് ആണോ വേണ്ടേ, വരുന്ന ഗസ്റ്റ് ആണോ ഹൈപ്പ് ആവണ്ടേ എന്നുള്ളൊരു സാധനത്തിൽ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ മാത്രം ഒരു മൂഡ് ബോർഡ് ആയിരുന്നു പ്രസന്റ് ചെയ്തത്. ആ മൂഡ് ബോർഡിലാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അലൈൻഡ് ആയത്. നിങ്ങൾ ഇട്ടപ്പം ആക്ച്വലി നിങ്ങൾ ആ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തു. അപ്പോഴാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്, ഓക്കെ, ദിസ് ഈസ് ഹൗ നിങ്ങൾ ആസ് എൻ ഓഡിയൻസ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ചാമ്പ്യൻ ചെയ്യുന്നത്, നമുക്കൊരു തിയറി ഉണ്ടായിരുന്നു. അതായത് നാട്ടുകാരെ ഡിജിറ്റൽ പഠിപ്പിക്കുക, ഓൺലൈനിൽ കച്ചവടം ചെയ്യാൻ പഠിപ്പിക്കുക. അത് വളരെ ക്ലിയർലി നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പം കിട്ടിയ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഓക്കെ, ഇത് സംഭവം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അപ്പൊ ഞാൻ എനിക്കൊന്ന് അന്ന് പറഞ്ഞും ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെക്കാളും സൂപ്പർ ആയിട്ട് നമ്മളെ ഞാൻ കൊണ്ടുപോയി കറക്റ്റ് നമ്മളെ പിച്ച് ഡെക്ക് ആക്കി മാറ്റാന്ന്. അപ്പോൾ ലൈക്ക് അതാ പറഞ്ഞത്, ആ റിസർച്ചിന്റെ പ്രോസസ് ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിസൈനേഴ്സും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും അത് ലൈക്ക് ഇപ്പോൾ ബ്രാൻഡിങ് ലോഗോ ആണോന്ന് ചോദിച്ച്, ലോഗോ ആണെന്ന് പറയുന്ന എന്താ പറയാ ബിസിനസ് ഓണേഴ്സും ഉണ്ട്, കസ്റ്റമേഴ്സും ഉണ്ട്, അതേപോലെ ഡിസൈനേഴ്സും ഉണ്ട്. ഇതിന് അവയർനെസ് ഇല്ല എന്നുള്ളതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരാളാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. നമ്മളൊരു ആഡ് കണ്ടിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, അതെ, ഒരു റീല് കണ്ടിട്ടായിരിക്കും എന്താ പറയുക ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇടേണ്ട ഇൻപുട്ട് ആളെ സ്കില്ല് കാണിക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഞങ്ങൾക്ക് ഭയങ്കര ഇങ്ങനത്തെ ചെയ്യാൻ പറ്റുന്ന എഫക്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് കസ്റ്റമേഴ്സായിട്ട് അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യുന്നതാണോ ഞാൻ ചെയ്തതെന്നുള്ളതാണ് മേക്ക് ഷുവർ ചെയ്യേണ്ടത്. അതായത് ബേസിക്കലി നിങ്ങൾ അന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് നമ്മളെ ഓഡിയൻസ് എന്താണ്, നമ്മളെന്താണ് ചാമ്പ്യൻ ചെയ്യുന്നത്, വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദിസ്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് പിന്നെ എനിക്ക് തോന്നുന്നത് നാളെ ഇപ്പം നമ്മൾ വൈ കോമ്പിനേറ്ററിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മളെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഞങ്ങൾ ബെറ്റർ ആക്കി തന്നു, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ചേഞ്ചിങ് ദ ലോഗോ. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയാ വിഷൻ ഇങ്ങനെ ചാടി പോകാൻ പാടില്ല എന്ന് അറിയാലോ. അപ്പൊ വിഷനിലൊന്ന് ഉറച്ചു നിൽക്കുക. നിങ്ങൾ കാണുന്ന വിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ എവിടെയോ കണ്ട വിഷ്വല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഭയങ്കര ഹാർഡ് പാർട്ടാ. എന്താ വെച്ചാൽ ചില ഓണേഴ്സ് ഒക്കെ രണ്ട് ഓണേഴ്സ് ഉണ്ടാവും, രണ്ടാളും രണ്ട് ഡയറക്ഷനാ. ഇവരെ ഒന്നിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാ. അപ്പോൾ ഇത് ഡിസൈനർ പ്രോപ്പർ ആക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിൽ ഒരു ബ്രാൻഡ് ക്വസ്റ്റ്യനെയർ വേണം. ഈ ക്വസ്റ്റ്യനെയറിൽ ഇവർ പറയുന്ന രണ്ട് ആൻസേഴ്സും സെയിം ആണോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും വെച്ചിട്ട് കളക്റ്റീവ്ലി ഒന്നാക്കും. അത് ഞാൻ ഹാക്കൽ ചെയ്തിട്ടുണ്ട്. ഹാരിസിന്റെ അടുത്തുനിന്നും റിസ്വാന്റെ അടുത്തുനിന്നും എടുത്ത് ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് ഇവർ രണ്ടാളും ഒരുപോലെയാണോ തോന്നിയത്, അത് നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത പോലെ ലൈക്ക് അത് അലൈൻ ആയി കഴിഞ്ഞാലേ നമ്മളും അലൈൻ ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഡിസൈനും മൂന്ന് പേര് മൂന്ന് വയ്ക്കും, അത് വേറെ വയ്ക്കും പോകും. അപ്പം ഇത് കാണുമ്പോഴാണ് ലൈക്ക് എന്താ പറയാ
ആൾക്കാർ പറയാ, ഡിസൈനേഴ്സ് പറയാ കുറേ എഡിറ്റ് വരുന്നുണ്ട്, കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. ലൈക്ക് ഇത് പറയുന്ന ലൈക്ക് ബിസിനസ് ഓണർ ആണെങ്കിലും ഓരും പറയാം ഓക്കെ ഇത് കണക്റ്റ് ആവുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ് ശരിക്കും ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്രാൻഡിന് എന്താണോ വേണ്ടതെന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂഡ് ബോർഡ് അപ്രൂവ് ചെയ്തതിന് ശേഷം പിന്നെ അതിന് ശേഷമുള്ള പ്രോസസ്സ് എങ്ങനെയായിരുന്നു? മൂഡ് ബോർഡ് കഴിഞ്ഞതിന് ശേഷം അത് ആ ഒരു ലൈക്ക് ഓക്കെ നമ്മളിപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ലോഗോസ് ആണ് കാണിക്കുക. ഒന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, ഒന്ന് സെയിം അലൈൻഡ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഈ അലൈൻഡ് ആയിട്ടുള്ള ലോഗോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് പോകുന്ന ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് കളേഴ്സ് മാച്ച് ചെയ്യാൻ നോക്കും. സെയിം ഇതന്നെ എടുക്കുക എന്നുള്ളതല്ല, അതെ, ഈ ഒരു മൂഡിനെ അലൈൻ ആക്കുന്ന രൂപത്തിൽ. ഇപ്പം നമ്മൾ ഒരു പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ ഓക്കെ ഇതുപോലത്തെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പരിപാടി അത് പറയുന്ന പോലെ ഇതുപോലത്തെ ഒരു സാധനം എന്ന് പറയുന്ന പോലെയാണ് ലോഗോയിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത്. ഇതിൽ ഈ ലോഗോ ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റോറി അപ്ലൈ ചെയ്യാൻ നോക്കൂല. സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് അതാണ്, ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റോറി കൊണ്ടുപോയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെ കസ്റ്റമേഴ്സിന് ഈ സ്റ്റോറി അറിയേണ്ട ഒരു ആവശ്യമില്ല. ഇവരിത് മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം ഇതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു എവിടേക്കോ മിസ്കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആൾക്കാർ. ഓക്കെ, കാരണം ഈ ലോഗോ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയി നിങ്ങൾ ഇതാണല്ലോ ചെയ്യുന്നത്, അതിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ കമ്പനിയിൽ നിന്ന് നമ്മളൊരു മാറ്റം കൊണ്ടുവരാന്നുള്ളത്. അത് ബ്രാൻഡിങ്ങിൽ നിന്നല്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ ചെയ്യാം. മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും അവിടുന്ന് ഇവിടെ ഒരു ഡിഫറൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒരു ഡിഫറൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഒരു പ്രോപ്പർ വിസിബിലിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ടോ, അത് എന്താ പറയുക, നമ്മളൊരു പെന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതല്ല വലിയൊരു ഹോർഡിങ്ങിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ പറ്റുന്നുണ്ടോ, ഡിജിറ്റലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിലിറ്റി കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. അതിലേക്ക് സ്റ്റോറി ഇടുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റോറിയിൽ നമുക്കൊന്നൊരു മൈക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ്, അതും ശരിക്കും പറഞ്ഞാൽ എസ്തെറ്റിക് സ്റ്റൈലിനാണ്, ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ലോഗോന്റെ സ്റ്റോറി എന്ന് പറയില്ല, നമ്മളെ അപ്രോച്ച് ബോൾഡാണ്. ആ ബോൾഡ്നെസ് ആണ് നമ്മൾ ലോഗോയിൽ വന്നിട്ടുള്ളത്. അതല്ലാത്ത കുറേ പരിപാടികളില്ല. നമുക്കൊരു കൾച്ചർ ഉണ്ട്, ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. ആ പരിപാടിയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഗോയിൽ വന്നിട്ടുള്ളത്. അതെങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. എനിക്കൊന്ന് ഡിസൈനേഴ്സിന് ഇത് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും, ഓരോ കാണുന്ന പരിപാടികളിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു മൈക്കിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം ലൈക്ക് പോഡ്കാസ്റ്റ് ആണ് നമ്മളെ മെയിൻ ചാനൽ അല്ലെങ്കിൽ മെയിൻ സാധനം എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മൈക്കാണ്. പക്ഷെ അത് ഒറ്റ നോട്ടത്തിൽ മൈക്കാണെന്നുള്ളത് മനസ്സിലാവണമെന്നില്ല. എനിക്കൊന്ന് ഷാനിന് മനസ്സിലാവും, ഷാൻ അത് ഇതിലേക്ക് ലോഗോയിൽ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആണ്. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് 2-3 വട്ടം നോക്കിയാലേ ഓക്കെ ഇത് മൈക്കാണല്ലോ എന്നുള്ളത് അങ്ങനെ മനസ്സിലാവണം നിർബന്ധമില്ല. വായിക്കാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ്, അത് ഇനഫാണ്. കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നു, പിന്നെ നമുക്ക് മെക്ഡൊണാൾഡ്സിൻ്റെ എം പോലെ നാളെ ഒരു ലോഗോ വരണമെന്ന്. അപ്പോൾ ആ മൈക്കിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കോംഷോ എന്ന് മൊത്തത്തിൽ പറയണ മൈക്കിന് മാത്രം ചെയ്തും മാറ്റാൻ പറ്റുമോ? നമുക്ക് എത്താൻ പറ്റും. നമുക്ക് മിനിമൽ ആവുകയെന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. മനസ്സിലായി. അതാണ് ഇപ്പം നൈക്കിൻ്റെ ലോഗോയിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ആ പേരൊന്നും വേണ്ട, ടിക്ക് മാത്രം മതി. അപ്പം അവിടത്തേക്ക് എത്താന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് ഇപ്പം മെക്ഡി ആ എം മാത്രം വെക്കാൻ തുടങ്ങിയത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാ. അപ്പോഴത്തേക്ക് നമ്മളെ ബിസിനസ് സ്കെയിലാവും, നമുക്ക് അത്രയും ഓഡിയൻസ് ഉണ്ടാവും, നമ്മളെ കൺസ്യൂം ചെയ്യാൻ അത്ര ആൾക്കാരുണ്ടാവും, നമ്മളെടുത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു സ്കെയിലിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു അപ്രോച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ എംബ്ലത്തിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ക്ലയൻറ്റിൻ്റെ ലോഗോയിൽ അത് ചെയ്തിട്ടുണ്ട്. ഫേസിൻ്റെ ബ്രാൻഡിങ് ചെയ്ത സമയത്ത് അവരെ ഒരു ബോക്സ് പോലത്തെ ഒരു ലോഗോ ആണ്. അപ്പോൾ ആ ലോഗോൻ്റെ ലൈക്ക് ഈ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സിൽ നമുക്ക് ആ ലോഗോ കാണിക്കാൻ പറ്റും, പിന്നെ വീഡിയോസിൽ ചില സ്ഥലത്ത് ഒരു പാറ്റേൺ ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ പാറ്റേൺ ആയിട്ടും കണ്ട് ലോഗോ ആയിട്ടും കണ്ട് ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് ഈ പാറ്റേൺ ഈ ഒരു ഐക്കൺ മാത്രം അവിടെ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ ബിസിനസ്സിൻ്റെ സ്കെയിൽ എങ്ങനെയാണോ, നമ്മൾ വിസിബിലിറ്റി എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇപ്പം
നമ്മൾ ടീഷർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടീഷർട്ട് നമ്മൾ ഇവൻസിന് പോകുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, അവിടെ നമ്മളെ പാറ്റേൺ ആയിട്ട് കാണുന്നുണ്ട് ഈ ഐക്കണ്. ഇങ്ങനെ ആൾക്കാർക്ക് മാക്സിമം വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷമേ ഈ ഒരു മിനിമലിസത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് നൈക്കി പോലത്തെ ഒരു ലോഗോ വേണമെന്ന് പറഞ്ഞിട്ട് അത് പ്രാക്ടിക്കൽ അല്ല, അത് വർക്ക് ആവില്ല ആക്ച്വലി. അപ്പൊ ആദ്യത്തില് കസ്റ്റമേഴ്സിന് മനസ്സിലാണോ ഇത് മനസ്സിലാവും. ഇവരെ പാർട്ടാണ്. യെസ് യെസ്. സോ പക്ഷെ അതിലേക്കുള്ള ഒരു ഇൻപുട്ട് നമ്മൾ ആദ്യം ഇട്ടു എന്നല്ല ഇപ്പൊ ആക്ച്വലി നമ്മൾ ടീഷർട്ട് ബാക്കിൽ ഇട്ടിട്ടുണ്ട് ആ. ഒരു മൈക്കിന്റെ ഷേപ്പ്. അതെ. അപ്പം ഇത് കുറേ സ്ഥലത്ത് വിസിബിൾ ആവണം, എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇത് ഇവരെ പാർട്ടാണ്. ഇത് കഴിഞ്ഞ് ഇ-കോം ഷോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് അവിടെ ഇല്ലാതെ വെറും മൈക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരാണെന്നുള്ളത് ക്ലിയർ ആയി. അപ്പോൾ ആ പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കസ്റ്റമേഴ്സ് വരുന്നതിന് പകരം ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് നമ്മളെ തറ ആവണം എന്നുള്ളതാണ്. അവര് നമ്മളെ കൾച്ചറിന്റെ പാർട്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ആ മൈക്ക് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ബ്രാൻഡ് റീകോൾ വരും. യെസ്. പുതിയ കസ്റ്റമേഴ്സിനും ഓക്കെ ഇത് ഇവരാണ് എന്നുള്ളത് പറയാൻ അറിയില്ല. അത് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാലേ അങ്ങനെ ഒരു പരിപാടി നടക്കുള്ളൂ. ഓക്കെ. പിന്നെ അതിനുശേഷം എനിക്കൊന്ന് നമ്മൾ ആ ഇ-കോം ഷോന്റെ ലോഗോ സെറ്റ് ചെയ്തു. ലോഗോ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കുറേ വെർട്ടിക്കൽസ് ഉണ്ടല്ലോ. ഇപ്പം ഇ-കോം സ്കൂൾ ഉണ്ട്, ഇ-കോം ഇവൻറ്റ്സ് ഉണ്ട്, ഇ-കോം 1-on-1 ഉണ്ട്, ഇ-കോം മാഫിയ ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തത്? ഓക്കെ, അതിലേക്ക് നമ്മളൊരു ഡിസൈൻ സിസ്റ്റം സ്ട്രക്ചർ ഈ 2 മെത്തേഡാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തത്. ലൈക്ക് നമ്മൾ ഇ-കോമിൻ്റെ സെയിം കണക്ഷനിൽ വരണം, സെയിം സ്ട്രക്ചറിൽ വരണം, സെയിം എന്താ പറയുക ആ സിസ്റ്റത്തിൽ വരണം എന്നുള്ളതാണ് അപ്രോച്ച് ചെയ്തത്. പിന്നെ ഇതിലത്തെ കളേഴ്സ് ചേഞ്ച് ആയിട്ടുള്ളത്. അതെ. കളേഴ്സിൽ സെയിം ഒരു ബ്രൈറ്റ്നെസ് ആണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഡിഫറെൻറ്റ് എന്താ പറയുക കളേഴ്സ് അല്ല. ലൈക്ക് ഒരു ഇപ്പോൾ ബ്ലൂ ആണ് അല്ലെങ്കിൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് സെയിമാണ്. അല്ല ഭയങ്കര ഡാർക്ക് റെഡ്, മറ്റേത് ലൈറ്റ് ബ്ലൂ, അതാവുമ്പോൾ അവിടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി, എന്താ പറയുക ഡിസൈൻ സിസ്റ്റം ബ്രേക്ക് ആയി. അപ്പോൾ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്തത് ഇതേപോലെ തന്നെ ലൈക്ക് പാരന്റ് കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇ-കോമിൻ്റെ കേസിൽ നമുക്ക് എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആവണം. ഐ മീൻ സെയിം ബ്രാൻഡ് ആണെന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയണം. ഇപ്പോൾ ചില ബ്രാൻഡ്സ് ഉണ്ട് അവർക്ക് പാരൽ കമ്പനി ഉണ്ട്, പക്ഷെ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. ലൈക്ക് ഇതിൻ്റെ അണ്ടറത്തെ ഒരു ബ്രാൻഡ് ആണെന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതാവുമ്പോൾ പാറിലേക്ക് എനിക്കൊന്ന് അങ്ങനെ വരുന്നതാണ്. അവിടെ വേറെ ബ്രാൻഡ് വരുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷെ ഇ-കോമിൻ്റെ കേസിൽ നമുക്ക് ആ ഡിസൈൻ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രക്ചറാണ് ഇതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. കുറേ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. പിന്നെ ഇതിന് ഡിഫറെൻറ്റ് ടീമോ കാര്യങ്ങളോ അല്ല, ഇൻ ഹൗസ് ആണ് മൊത്തം ടീം വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഈസി ആയിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഇ-കോമിൽ നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വോയിസ് ആൻഡ് ടോൺ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസ് ലെയർ ഉണ്ട്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ട ഏരിയാസ് ഏതൊക്കെ, അത് എനിക്ക് തോന്നുന്നത് ഷാൻ തന്നെ ഒരു ടൈം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ബെഞ്ച് മാർക്ക് സെറ്റാക്കും. ലൈക്ക് ഇത്ര സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അതിനൊരു ടോൺ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക ഇപ്പോൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടൊക്കെ നമ്മളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുള്ള, അത് കേരളത്തിനെക്കാട്ടിയും എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലേക്കാണ് ഇവർ ഭയങ്കര അറ്റാച്ച്ഡാണ്. കസ്റ്റമേഴ്സും സൊമാറ്റോവും സ്വിഗ്ഗിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അവർ സ്വിഗ്ഗിയും സൊമാറ്റോവും ഒരു വാറുണ്ട്, ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വാറ്. അവർ കമൻറ്റ് പോയി ഇടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ഇടുക, ഹോർഡിങ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് ഓരോ ടോൺ. ഒരു ഭയങ്കര ഒരു ഫൺ ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഫൺ ഈ ബാസ്ക്കറ്റ് അങ്ങനെയല്ല, കുറച്ചൊരു തന്ത വൈബാണ്. അപ്പോൾ ആ വൈബ് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റും, ഒരു ഈസി ആക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആ സൊമാറ്റോ സ്വിഗ്ഗി അങ്ങനത്തെ ഒരു കൾച്ചർ കേരളത്തിലില്ല. പക്ഷെ അവിടെ ഉണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ അതാണ് ആ ഒരു ടോൺ കീപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ അത് കീപ്പ് ചെയ്യണം. അതെല്ലാം കൂടി അറ്റ് എ ടൈം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ ഔട്ട്കം നമുക്കിപ്പോൾ ഓക്കെ എനിക്ക് അടുത്ത മാസം കാണാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അത് ആൾക്കാർ ചെയ്യാൻ റെഡി ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ടോൺ ഞാനിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഇൻസ്പിറേഷണൽ ടോണിലാണ് സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര ഓക്കെ നിങ്ങളത് ചെയ്തത് ഭയങ്കര രസമുണ്ട്, അത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് കണ്ടത്. ഇങ്ങനെ കുറേ ആൾക്കാർ പറയില്ല. ലൈക്ക് അത് ഫീൽ ചെയ്യുന്നതാണ്. അത് അവർക്ക് അറിയില്ല ഇത് ഇൻറ്റൻഷനലി ചെയ്യുന്നതാണോ അല്ലേ എന്നുള്ളത്.
ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഇത് ഒരു മാസത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ഒരു ടോൺ നമ്മൾ ഈ ബ്രാൻഡ് ഗൈഡ് ലൈൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെങ്ങനെ കുറച്ചൊരു ബോൾഡ് ടോൺ ആണ് നിങ്ങൾ എല്ലാത്തിലും ആഡ് ബോൾഡ് ചെയ്തിട്ടുള്ള ബോൾഡ് ടോണാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താ പറയുക, കുറച്ച് ഇൻസ്പിറേഷനലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സെയിൽസി ടോൺ വരാൻ പാടില്ല, ഭയങ്കര മാർക്കറ്റിംഗ് ടോൺ വരാൻ പാടില്ല, നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് ഇപ്പം അപ്ലൈ ചെയ്യണമെന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗല്ലി ലാബ്സ് പോലത്തെ ഒരു ബ്രാൻഡ് അങ്ങനെ സംസാരിക്കണം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ് ഗള്ളി ലാബ്സ്? ലൈക്ക് ഗല്ലി ലാബ്സ് ഭയങ്കര ഒരു കുറച്ചും കൂടി ലൈക്ക് പ്രോഡക്റ്റിനെ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന ടോൺ ഉണ്ടാവില്ല. ഒരാൾ വന്നിട്ട് ഭയങ്കര എന്താ പറയുക UGC വീഡിയോസൊക്കെ പോലെ ഓരത് കാണാൻ പറ്റില്ല. ഓരോ UGC വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ തന്നെ ഈ ചെയ്യുന്ന ആള് UGC കൾച്ചറിന്റെ പാർട്ടായിരിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാം UGCയോട് എന്താ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇപ്പം നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക, ഒരാൾ നിന്നിങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് അത് യൂസ് ചെയ്ത പെർസെപ്ഷനിലാണ് പറയുന്നത്, പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗല്ലി ലാബ്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഗല്ലി ലാബ്സിന് വേണ്ടിയിട്ടൊരു UGC വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഈ കൾച്ചറിന് ഫിറ്റ് ആവുന്ന ഒരാളെ ഫസ്റ്റ് അവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇയാളെ ടെസ്റ്റ് മോണിൽ പറയുന്ന പോലെ ആ സാധനം പറയിപ്പിക്കും. കറക്റ്റ്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആ സാധനം കീപ്പ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ഇന്ന ആൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ആ പ്രോഡക്റ്റ് മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. അത് ഞാൻ ഡിസൈൻ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഡിസൈൻ സ്കൂളിൻ്റെ ഒരു പാർട്ട് ഓഫ് ബ്രാൻഡിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ മെൻറ്റേഴ്സ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സ്റ്റുഡൻസ് വരുന്നത് ഇന്ന മെൻറ്റർ ഇവിടെ ഇല്ലേ, ഇന്ന മെൻറ്ററിനെ കണ്ടിട്ടാണ് ഞാൻ വന്നത്, ഇന്ന മെൻറ്ററിൻ്റെ വൈബ് കണ്ടിട്ടാണ് വരുന്നത്, ഈ സാധനം നമ്മളെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ മെൻറ്റേഴ്സിൻ്റെ ടോൺ ഉണ്ട്. അവർ സംസാരിക്കുമ്പോൾ ഇവരായിട്ട് ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ അപ്രോച്ചബിൾ സാധനമാണ് ഈ പറഞ്ഞ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ. അപ്പം ആ സാധനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളവിടെ ഗസ്റ്റ് ലെക്ചർ സെഷൻ വെക്കുന്ന സമയത്ത് എന്താ പറയുക, അത്യാവശ്യം പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം വരേണ്ടത്. കുറേ ഇൻഫ്ലുവൻസ് എന്താ പറയുക, കുറേ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള, കുറേ റീച്ചുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനില്ല. അപ്പം ഇവർക്ക് കാണേണ്ടത് റിയൽ പോർട്ട്ഫോളിയോ, റിയൽ വർക്ക്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇൻസ്പയർ ആവുള്ളൂ. കാരണം ഈ ഫീൽഡ് ഇൻസ്പിറേഷൻ്റെ മേലെയാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ക്രിയേറ്റീവ് ഫീൽഡാണ്. എനിക്ക് ഇൻസ്പയർ ചെയ്യാൻ ഒരാൾ വേണം. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കണ്ടിട്ടാണ് ഞാൻ ക്രിസ്ഡുവിനെ കണ്ടിട്ടാണ് ബ്രാൻഡിങ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക ഇൻസ്പിറേഷണൽ പ്രോസസ്സാണ് ശരിക്കും ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ആവുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഡിസൈനർ നല്ല ഡിസൈൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ളൊരു തോട്ട്, ആ ഒരു പോസിറ്റീവ് തോട്ടിലാണ് വർക്ക് ആവുക. അപ്പോൾ ഡിസൈൻ സ്കൂളിൽ വരുന്ന ഗസ്റ്റിൻ്റെ ടോൺ ഇതാവണം. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഒരു പുറത്തുള്ള ഒരു ആർട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതും ഇവർ മാർക്കറ്റിന് റെലവൻ്റ് ആണ്. ഇവർ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക സ്റ്റുഡൻസിന് ആ കണക്ഷൻ പ്യുവറായിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേത് നമുക്ക് കുറേ ഗസ്റ്റ് ലെക്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഇവർക്കാണെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടോ, റീച്ച് ഉണ്ടാവും. കാരണം പോർട്ട്ഫോളിയോ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടായിരിക്കും. അപ്പം അതിനെ ഒന്ന് എന്താ പറയുക ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ആവും. എനിക്കത് ഇപ്പൊ ലേറ്റസ്റ്റ് നിങ്ങൾ മേക്കർ നജീബ് അവരെ മാക്കർ നജീബ്, പിന്നെ മേക്കർ അല്ല മാർക്കർ ആണല്ലേ. ഓക്കെ. പിന്നെ ലൈക്ക് ഇത് അതേപോലെ തന്നെ മറ്റേ ഇവരുണ്ടായിരുന്നു കേർബ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം മൂപ്പരതായിട്ടുള്ള സ്റ്റൈൽ സ്റ്റൈലുണ്ട്. മൂപ്പരതായ ഒരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പം മൂപ്പരെ സ്റ്റോറീസാണ് പറയുന്നുള്ളത്, മൂപ്പര് ജേണിയാണ് പറയുന്നുള്ളത്. മൂപ്പര് പണ്ട് പോർട്ട്ഫോളിയോ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോയ ആളാണ്. അപ്പോൾ അത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് സ്റ്റുഡൻസ് കേൾക്കണം. ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അത്ര അതെ ലിങ്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരെ വിളിച്ചത്. അപ്പം മൂപ്പർക്കാണെങ്കിൽ കുറേ ഇൻസ്റ്റഗ്രാം ഫോളോവർ അല്ല ഉള്ളത് ആക്ച്വലി. മൂപ്പരായിട്ട് എനിക്കൊന്ന് നമ്മൾ ഫസ്റ്റ് റീച്ചില്ല, പക്ഷെ ഭയങ്കര പോർട്ട്ഫോളിയോ ആണ്. മൂപ്പരെ എനിക്കൊന്ന് ഡിസൈൻ സ്കൂളിൽ ഫസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, 2-3 കൊല്ലം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 കൊല്ലം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് വന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെയാണ് കേർബ് കമ്മ്യൂണിറ്റിയിൽ ഫൗണ്ടർ ഉണ്ട്, ആളെ 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ സെയിം വെരി ഗുഡ് പോർട്ട്ഫോളിയോ ആണ്. ഓരോ വർക്കാണ് ചായ് വേഴ്സ് ഒക്കെ അവരാണ് ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓര് വന്നിട്ടും ഈ പറഞ്ഞ പോലെ
ഓരോ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഓർക്കും ഈ പറഞ്ഞ പോലെ കുറേ ഫോളോവേഴ്സ് അല്ല ഉള്ളത്, നല്ല പോർട്ട്ഫോളിയോ അല്ല. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവരെ കാണുന്നതും അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സ്റ്റുഡൻസ് കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവർക്ക് എവിടെ പ്ലേസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നടുത്ത് പ്ലേസ് ആവണം എന്നുള്ളൊരു പരിപാടിയും കൂടി വന്ന്. റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നിങ്ങൾ വേറൊരു പ്രൊജക്റ്റ് ഞാൻ കണ്ടിരുന്നു, എന്തായിരുന്നു, കോഴിക്കോട് ആനവണ്ടി, ആനന്ദവണ്ടി ആനന്ദവണ്ടി. അത് ആനന്ദവണ്ടി യെസ്, ആനന്ദവണ്ടി സെയിം ലൈക്ക് ഈ പറഞ്ഞ പോലെ അത് ഡിസൈൻ സ്കൂൾ മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസൈൻ സ്കൂളിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻസ് ആയിരിക്കും ഗുഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നമ്മളെ വർക്കിന് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ സാധനം വർക്ക് ആവുക. അപ്പം നമ്മൾ കൂടുതലും ഈ കൊളാബറേഷൻസും പ്രോജക്റ്റിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പേജിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഈ കോണ്ടന്റിനെക്കാട്ടും കൂടുതൽ സ്റ്റുഡൻസ് ചെയ്ത പ്രോജക്റ്റുകളായിരിക്കും. അപ്പോൾ ഇതാണ് അപ്പുറത്തിരിക്കുന്ന സ്റ്റുഡൻറ്റിനെ കണക്റ്റ് ആവുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദവണ്ടി എന്ന് പറയുന്ന പ്രോജക്റ്റ് വന്നത് ഇതിനു മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഷഫിൾ എന്ന് പറയുന്ന ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഹാക്കാ നടത്തിയ ഡിസൈൻ സ്കൂളിൽ നമ്മളൊരു ഓൺലൈനായിട്ട് നടത്തിയൊരു ഇവന്റാണ്. ഇത് പ്യുവർലി മാർക്കറ്റിങ്ങിന് വേണ്ടി നടത്തിയാണ് ഒരു ബ്രാൻഡിങ് ആക്ടിവിറ്റി എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ബ്രാൻഡിങ് അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും ഇൻഫ്ലുവൻസേഴ്സിനെ വേണം. സാധാരണ ആൾക്കാർ ചെയ്യുക എന്താ പറയുക, നമ്മളൊക്കെ ഒരു ഇൻഫ്ലുവൻസറിനെ വിളിച്ച് കണക്ട് ചെയ്ത് ആളെടുത്ത് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ എൻറ്റയർലി ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ചെയ്തത്. ഡിസൈൻ സ്കൂൾ ഷഫിൾ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്ത് ഒരു 1 മന്ത് ഒരു 8 ഗസ്റ്റിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. പക്ഷേ ഈ 8 ഗസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഫോളോവേഴ്സിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഇവരെ പോർട്ട്ഫോളിയോ ആണ് ഭയങ്കര ബ്രില്യൻറ്റ്. സോഷ്യൽ മീഡിയ ഫോളോയിങ് അല്ല നിങ്ങൾ നോക്കിയത്, വാട്ട് ഈസ് ദെയർ പോർട്ട്ഫോളിയോ. യെസ്. അപ്പോൾ അവിടെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഇടയിൽ അത് എങ്ങനെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ പറയാം. ഈ ആനന്ദവണ്ടിക്ക് ഞാൻ എത്താം, അതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ ഷഫിൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ടോപ്പ് ഗസ്റ്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവർ വന്ന് സംസാരിച്ച് അന്നാണ് ഡിസൈൻ സ്കൂളിൻ്റെ ക്വാളിറ്റി സത്യം പറഞ്ഞാൽ ഞാനും മനസ്സിലാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് സംസാരിക്കുന്നതും സ്റ്റുഡൻസിൻ്റെ കോൺവെർസേഷനും ഗസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും നമുക്ക് കിട്ടി. ആ ഷഫിൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേ ഗസ്റ്റിൻ്റെ കൂടെ ഡിസൈൻ സ്കൂൾ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോളിൻ്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ആയിട്ടും പിന്നെ ഒരു മെൻറ്ററായിട്ടൊരു വർക്ക്ഷോപ്പും പ്ലാൻ ആക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഷെറീൻ ഖദീജയാണ് എനിക്ക് ആനന്ദവണ്ടി അല്ല ഷെറീൻ ഖദീജ ആർട്ടിസ്റ്റാണ്. ആളാണ് എനിക്ക് ലൈക്ക് ഈ പറഞ്ഞ ആനന്ദവണ്ടിയായിട്ട് കോർപ്പറേഷനായിട്ട് കണക്ട് ചെയ്തത്. അപ്പം ഇത് ഇങ്ങനത്തെ പ്രോജക്റ്റ് ഷെറീൻ ഖദീജക്ക് വന്ന സമയത്ത് ഷെറീൻ ഖദീജ നേരെ ഡിസൈൻ സ്കൂളിലേക്കാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പ്രോജക്റ്റ്. കാരണം സ്റ്റുഡൻസിന് ഭയങ്കര വാല്യൂ അഡീഷൻ ആയിരിക്കും. യെസ്. അത് വേറൊരു പരിപാടിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പം അവിടെ നടത്തിയത് ശരിക്കും പറഞ്ഞാൽ പ്യൂർ മാർക്കറ്റിംഗ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്യൂർ മാർക്കറ്റിംഗ് അല്ല, പ്യൂർ ബ്രാൻഡിങ് ആണ് അവിടെ നടത്തിയത്. ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവും ഉണ്ട്, ബ്രാൻഡിങ് പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇമ്പാക്ട് ഉണ്ടായത് ഇങ്ങനെയാണ്. എനിക്ക് അവിടെ മെട്രിക്സ് വൈസ് അല്ല ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഷെറീൻ ഖദീജക്ക് ആ ക്വാളിറ്റി അന്ന് മനസ്സിലായത് കൊണ്ടാണ് ഡിസൈൻ സ്കൂളിലേക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആ ഒരു ധൈര്യത്തിൽ തന്നത്. അപ്പം ആ ഒരു സ്പേസ് ഉണ്ടായി. ആ സ്പേസ് ഉണ്ടായതിന് ശേഷം ഈ പറഞ്ഞ പോലെ കോർപ്പറേഷനായിട്ട് സംസാരിച്ച് നമ്മൾ സ്റ്റുഡൻസ് സെയിം പ്രോസസ്സ് ഞാൻ നേരത്തെ ഈ കോമന്റ് പറഞ്ഞ പോലെ മൂഡ് ബോർഡും കൊണ്ടുപോയി. നമ്മൾ ഡിജിറ്റലാണ് പക്ഷെ മൂഡ് ബോർഡൊക്കെ കൊണ്ടുപോയത്. പക്ഷെ അവർക്ക് ഡിജിറ്റലി കണ്ടിട്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് അവർക്ക് കണക്ട് ആയില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിറ്റേ ദിവസം പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോയി. വലിയൊരു ബസ്സിന്റെ ഷേപ്പിൽ പ്രിന്റ് എടുത്ത് കൊണ്ടുപോയി അത് കാണിച്ചു കൊടുത്ത് അത് കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ അതിന്റെ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസ് തന്നെ ആയിരുന്നു അതിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാനും പരിപാടികളൊക്കെ നിന്നത്. അപ്പോൾ ആ ബസ്സിന്റെ പേര് ആനന്ദവണ്ടി എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ലൈക്ക് കേസ് ഒരു ഗവൺമെന്റ് അപ്രോച്ച് ഉണ്ടാവലുണ്ട്, ഒരു പേരിന് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു യാത്ര എന്നുള്ളതായിരിക്കും ഒരു വെക്കുക. അപ്പൊ അവിടെ നമുക്കൊന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ആനവണ്ടി എന്നുള്ളൊരു സാധനത്തിന് ഒരു ആനന്ദവണ്ടി എന്നുള്ള പേരും. പിന്നെ ഇത് ബേസിക്കലി കോഴിക്കോട് ചുറ്റി കാണിക്കുക. ഇതിന്റെ ഇത് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏജ് ഫ്രണ്ട്ലി സിറ്റി എന്നുള്ളൊരു റെക്കഗ്നീഷൻ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല ആക്ച്വലി. അപ്പം കോഴിക്കോട് ഫ്രണ്ട്ലി സിറ്റി എന്ന് പറയുമ്പോൾ അത് പല ഏജിലുള്ള ആൾക്കാർക്കും മെന്റൽ ഹെൽത്തിനും ഫിസിക്കലും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഓക്കെ. അത്
കാലിക്കറ്റ് ഭയങ്കര സസ്റ്റൈനബിൾ ആണ്. വേറെ എന്തൊക്കെ പ്രൊജക്ട്സിലാണ് നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി നമ്മൾ ഡിസൈൻ സ്കൂളിന്റെ പ്രോജക്റ്റ് ബേസ് ആണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വെറുതെ ഒരു പ്രൊജക്ട് കൊടുക്കല്ല, അല്ലല്ല, ഒരു റിയൽ ലൈഫ് പ്രൊജക്റ്റുമേല് സ്റ്റുഡൻസ് വർക്ക് ചെയ്യാണ്. അതെ, അവര് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഫീൽ ചെയ്യണം. ഞാൻ ഇത് ചെയ്തിട്ട്, ഞാനൊരു പോസ്റ്റർ ചെയ്തിട്ട് അത് വർക്ക് ആയിട്ടുണ്ട്, ഇപ്പം അതിന്റെ ഡോപ്പമൈൻ കിട്ടണം, അതിന്റെ ഡോപ്പമൈൻ കിട്ടണം, അത് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ആൾക്കാർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ട സ്റ്റുഡൻസിന്. അപ്പം നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്തിലേക്ക് ഈ പറഞ്ഞ പോലെ കുറേ ടൂൾസ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം നമുക്കും മാർക്കറ്റ് ചെയ്യാൻ ഈസി അതാണ്, നമുക്കും ബ്രാൻഡ് ചെയ്യാൻ ഈസി അതാണ്. നമ്മളടുത്ത് വന്നിട്ട് സ്റ്റുഡൻസ് ലൈക്ക് നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് വരുന്ന സ്റ്റുഡൻസ് ചോദിക്കുക, നിങ്ങൾ ഫൈനൽ പ്രോജക്റ്റ് എന്താ, ഇതാണ് ചോദിക്കുക. അത് ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക്. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിരുന്നു മൈൻഡാണ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഡേക്ക് ജെൻസി മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അതിലൊരു മാസ്കോട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ആനിമേഷൻ മൂവി ക്രിയേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ആൾക്കാരുടെ അടുത്ത് ഇറങ്ങിപ്പോയിട്ട് ജെൻസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ലൈക്ക് ജെൻസിന്റെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ കെയർ ചെയ്യലുണ്ടോ, അല്ലെങ്കിൽ ഓരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ ലൈക്ക് ആൾക്കാർ ജെൻസിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നിന്ന് ഒരു ടൈം ഭയങ്കര ഉണ്ടായിരുന്നു, ലൈക്ക് കുറേ കേസസ് ഉണ്ടല്ലോ, ഡ്രഗ്സ് അത് ഇങ്ങനെ കേസസ്, പിന്നെ ഭയങ്കര ക്രൈംസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തായിരുന്നു ഈ മെന്റൽ ഹെൽത്ത് ഡേയും ലൈക്ക് ഇത് ഒക്കെ കൂടി ഒന്ന് വന്നത്. അപ്പോൾ ഓരെന്നാണ് ഇങ്ങനത്തെ ഒരു സാധനം സജസ്റ്റ് ചെയ്തത്. ആൻഡ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത് അന്ന് ഭയങ്കര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഇവരെന്നെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്ന ഒരു സൈക്കോളജിസ്റ്റിനെ, ആളെ സ്പീച്ച് ഉണ്ടായിരുന്നു, ഒരു ഫുൾ ഡേ ആക്ടിവിറ്റി ഒക്കെ ആയി. സ്റ്റുഡൻസിന് അത് ഫീൽ ചെയ്യാൻ പറ്റി, ജെൻസി ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ ഇരുന്നിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കുറേ ആൾക്കാർ എന്താ പറയുക ഇമോഷണലി ഭയങ്കര എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫീൽ ഗുഡ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് സ്റ്റുഡൻസിന് ഫീൽ ചെയ്തത് ഓക്കെ, ഞാനിത് ചെയ്തിട്ട് കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത് വർക്ക് ചെയ്തിട്ട് കാര്യമുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു പ്രോജക്റ്റിലേക്ക് ഇതുപോലെ ഇതിലൊക്കെ നമ്മളിപ്പോ പറഞ്ഞതിലൊക്കെ ഒരു കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്കോം ഷോ ഈസ് ക്രിയേറ്റിംഗ് എ ഫീലിംഗ്, ആനന്ദവണ്ടി ഈസ് ക്രിയേറ്റിംഗ് എ ഫീലിംഗ്, നിങ്ങളിപ്പോ മൈൻഡാണ് മാറ്റർ അഗെയിൻ ഫീലിംഗ്. അപ്പം നിങ്ങൾ ചാമ്പ്യൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ ആയിരിക്കണം. അതെന്തുകൊണ്ടാ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡിങ് നോക്കുന്നത് പല ആസ്പെക്റ്റിലാണ്. ഇപ്പം ഗസ്റ്റിന് വിളിക്കുന്നതാവട്ടെ, നമ്മളവിടെ നടത്തുന്ന ഇവൻ്റ് ആവട്ടെ, പ്രോജക്റ്റ് ആവട്ടെ, ഇതിലൊക്കെ ബ്രാൻഡിങ് ഉണ്ട്. കാലിക്കറ്റ് FC-യിൽ നമ്മളൊരു 8 സ്റ്റുഡൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്പ്രസോൻ്റെ കൂടെ. അനസ് ക്രിയേറ്റീവ് ഡയറക്ടറാണ് എന്നെ കണക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ സ്റ്റുഡൻസിനെ. അപ്പം അനസിൻ്റെ പെർസെപ്ഷൻ ഡിസൈൻ സ്കൂൾ ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. എനിക്ക് വേണ്ടത് നമ്മളെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സും ഡിസൈനേഴ്സും ഓൾറെഡി ഇൻഡസ്ട്രിയിൽ അംബാസഡർ ആയിട്ടുള്ള കാലിക്കറ്റ് FC. യെസ്, കാലിക്കറ്റ് FC-ന്റെ ഒരു ലൈക്ക് മീഡിയ ടീമിലാണ് നമ്മളെ ടീം വർക്ക് ചെയ്തത്. അപ്പം അതും ലൈക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കോഴ്സ് കൊടുക്കുന്നുണ്ട്, നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം, നമ്മളെ കുറെ USP ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ കിട്ടൂല, ആനന്ദവണ്ടി പോലത്തെ ഒരു പരിപാടി കിട്ടൂല. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഗസ്റ്റിന്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആളിങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തതാ, നിങ്ങളെ പരിപാടി എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എനിക്ക് വേണ്ടതും അതായിരുന്നു, നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെടുത്ത് നമ്മൾ ആരാന്നറിയണം. ഇത് വരുമ്പോഴാണ് നമ്മളെ സ്റ്റുഡൻസിനെ ഇവർക്ക് വേണ്ടി വരാം, ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനോ ലൈഫ് പ്രോജക്റ്റും വരുള്ളൂ. ഇങ്ങനത്തെ വളരെ എന്താ പറയാ, ഇതൊക്കെ സമൂഹത്തിനെ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രൊജക്ട്സ് അല്ലേ? യെസ് അത് ഏതെങ്കിലുമൊക്കെ രീതിക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതേപോലെ ഈ പറഞ്ഞ പോലെ അവിടെ അപ്രോച്ച് ചെയ്ത സമയത്ത് എക്സ്പ്രോസോലത്തെ എല്ലാ ടീമും ഡിസൈൻ സ്കൂളിൽ വന്ന് അവിടെ ഒരു എന്താ പറയുക എക്സ്പ്രോസോ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സ്റ്റുഡൻസിനും എക്സ്പ്രോസ് എന്താണെന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് ഫുൾ ബ്രീഫൊക്കെ കൊടുത്ത് അവിടുന്ന് 2-3 ടാസ്കിനുള്ള പരിപാടികളൊക്കെ ചെയ്ത് അതിൽ നിന്നൊരു 8 ആൾക്കാരാണ് അതിൽ വർക്ക് ചെയ്തത്. അതിൽ കാലിക്കറ്റ് FC-ന്റെ പ്രൊജക്ട് എന്തായിരുന്നു? അതിൽ ലൈക്ക് മീഡിയ ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. അതിൽ പോസ്റ്റേഴ്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും പിന്നെ ക്യാമറ ആയിട്ടും ഇങ്ങനെയൊക്കെ പല ഏരിയാസിലും നമ്മളെ പിള്ളേരാണ് വർക്ക് ചെയ്തത്. അല്ല, നിങ്ങളെ പരിപാടിയായിരുന്നു മറ്റേ കൈ
മറ്റേ എന്താ പറയുക ബേസിൽ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത് അല്ല ലാസ്റ്റ് ടൈം ലൈക്ക് അത് ഇതിന് മുമ്പത്തായിരുന്നു അല്ലെങ്കിൽ ഓക്കെ ഈ പ്രാവശ്യം അങ്ങനെ ഇപ്രാവശ്യത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഓക്കെ ആൻഡ് അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഇമ്പാക്ട് ഇങ്ങനെയാ കിട്ടുക. ഈ ബ്രാൻഡിങ് ചെയ്തത് കൊണ്ട് കിട്ടുന്ന ഇമ്പാക്ട് ഇതാണ്. അപ്പം ഇതേപോലെ ലൈക്ക് ഡിസൈൻ സ്കൂളിന്റെ ലോഗോ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റിയിൽ ബ്രാൻഡിങ് എന്നുള്ള രീതിക്ക് ഞാൻ ഇന്റൻഷനലി ചെയ്ത നമ്മൾ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ മെന്റേഴ്സ് എങ്ങനെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണം. ഒരു ചാക്കോ മാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് കണക്ഷൻ കിട്ടൂല. ഒരു സംസാരിക്കുന്ന സമയത്ത് ഓരായിട്ടുള്ള ലൈക്ക് ഇപ്പൊ ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതൊന്നും നോക്കിയിട്ടില്ല. നമ്മളവിടെ എന്താ പറയാ ബിസിനസ് റെലവെന്റ് ആണോ എന്നുള്ളതാണ് നോക്കിയത്. ഇങ്ങനത്തെ ഒരു സാധനം എനിക്കൊന്ന് നിഹാലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. നമ്മളെ എഡിറ്റർ അപ്പം ലൈക്ക് അങ്ങനെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നമുക്കിത് അങ്ങനെ നോക്കിയിട്ടില്ല. അല്ല മാർക്കറ്റിൽ റെലവെന്റ് ആണോ എന്നുള്ളത് നോക്കണമല്ലോ. അതെ മാർക്കറ്റിൽ നമ്മൾ വേണോ എന്നുള്ളതാണ് നോക്കിയത് ഫസ്റ്റത്തെ ഒരു 1 year. ആ 1 yearൽ നമുക്ക് മനസ്സിലായി നമ്മൾ റെലവെന്റ് ആണ്, നമ്മൾ മാർക്കറ്റിൽ വേണം, ഇത് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് അപ്സ്കില്ലിംഗ് ഉണ്ട്, ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇ-കോം ഷോ തുടങ്ങി. അതെ അങ്ങനെ പറയാലോ ഉണ്ട് അങ്ങനെയുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ലൈക്ക് അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ പോകുമ്പോൾ ഇതൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഇതിന്റെ ഇമ്പാക്ട് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതേപോലെ തന്നെ ലൈക്ക് നമ്മൾ ഇന്റേണൽ ബ്രാൻഡിങ് പറയുന്നൊരു പ്രോസസ്സിലേക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ഞാൻ ഇതേപോലെ ടീമിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സിനും മാനേജ്മെൻറ്റിനും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ ടീമിലും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അത് റെഡിയല്ല, ഇത് റെഡിയല്ല, അവിടെ റെഡിയല്ല. മാനേജ്മെൻറ്റിനെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനെ ബ്ലെയിം ചെയ്യുക, പ്രോസസ്സിനെ ബ്ലെയിം ചെയ്യുക, സിസ്റ്റമിനെ ബ്ലെയിം ചെയ്യുക. ഇതെന്തായാലും ഉണ്ടാവും. ഇതൊരു 10 മെമ്പേഴ്സിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 മെമ്പേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. ഇത് നാച്ചുറലാണ്. ഇതൊരു പഞ്ചായത്തിലുണ്ടാവും, ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടാവും, ഒരു ഓഫീസിലുണ്ടാവും, കോർപ്പറേറ്റിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓവർലോഡ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് എങ്ങനെ ബാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെയിമിനെക്കാട്ടും കൂടുതൽ ഓവർലോഡ് ഐഡിയ. എല്ലാവർക്കും ഐഡിയാസ് ഉണ്ട്. മെന്ററിനും ഐഡിയ ഉണ്ട്, എനിക്കും ഐഡിയ ഉണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എപ്പോഴാണ് ഐഡിയ പറയണ്ടേ? അപ്പം ഞാൻ ഇപ്പൊ നടന്നു പോകുമ്പോൾ എൻ്റെ അടുത്ത് ഐഡിയ വരുമ്പോൾ ഞാനത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർക്ക് സങ്കടമാവും. അപ്പോൾ നമുക്ക് ഈ ഐഡിയ പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ UI UX യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഒരു ആപ്പൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് നമുക്ക് മാനേജ്മെന്റ് ലെവലിൽ ചെയ്യാൻ പറ്റും. ഇതിൽ ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1 day ടീം എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രോബ്ലംസ് ഒക്കെ ഡംപ് ചെയ്യും. ചെറിയ പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിൽ എന്താ പറയുക എക്സ്റ്റൻഷൻ കേബിൾ ഇല്ല, ചിലപ്പോൾ സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റ് റെഡിയല്ല, ചിലപ്പോൾ എന്താ പറയുക നമ്മൾ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ലീഡ്സ് കറക്റ്റ് പോകുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്ലോസ് ആയിരിക്കും, കാര്യങ്ങളായിരിക്കും. ഇത് ഒരു സ്റ്റാർട്ടപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഐ മീൻ ഫസ്റ്റത്തെ സ്റ്റേജിലൊന്നും അതുണ്ടാവില്ല. ഇതൊരു പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഒക്കെ കൂടി ഇത് പറയാനും പറ്റുന്നില്ല, സോൾവ് ചെയ്യാനും പറ്റുന്നില്ല, മാനേജറിന് രാവിലെ ഓഫീസിൽ കയറാനും പറ്റൂല എന്നുള്ള അവസ്ഥ വരാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ ഇമ്പാക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ പറഞ്ഞ പോലെ ലൈക്ക് എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ എല്ലാവരോടും പ്രോബ്ലംസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കൊടുത്ത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പ്രോബ്ലം ഡംപ് ചെയ്യാന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത്. എല്ലാവരും പറയാം അതങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ ആയി, അങ്ങനെയൊക്കെ ആവുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കരുത്. ക്ലാസ്സിൽ എക്സ്റ്റൻഷൻ ഇല്ല, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റ് പ്രശ്നമാണ്. എന്നിട്ട് അതിനെ പറയുന്ന എംപത്തി എന്നാണ്. ആ എംപത്തി സ്റ്റേജിലാണ് നമ്മൾ ഈ പ്രോബ്ലം ഒക്കെ ഡംപ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഡിഫൈൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഡിഫൈനിലാണ് നമ്മൾ പ്രോബ്ലത്തിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരാം. അത് ഗ്ലോറിഫൈ ചെയ്യുക പ്രോബ്ലത്തിന്. ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് പ്രശ്നമുണ്ട്, ഇത് പ്രശ്നമുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലൈക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ ഇതിനൊരു ടൈമിൽ ഐഡിയേഷൻ ചെയ്യുക. എല്ലാവരും ഐഡിയാസ് കൊണ്ടുവരിക, ഇങ്ങനെ ചെയ്യാം. ഇതിനൊക്കെ ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. ഇത്ര മണിക്കൂർ, 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐഡിയാസ് കൊണ്ടുവരണം. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടീമിനൊരു ബോണ്ട് ഉണ്ടായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, ഓക്കെ ഞാൻ അക്കൗണ്ടബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നം തീർന്നു, പ്രോസസ്സിൻ്റെ പ്രശ്നമല്ല, ഇതിങ്ങനെയാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റ് റെഡിയല്ല എന്നുള്ളത്. ഇത് ലാസ്റ്റ് വന്നത് മെൻറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് റെഡിയല്ല എന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്നൊരു സ്റ്റുഡൻറ്റിന് ആർട്ടിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ആർട്ടിനെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓന് ആർട്ട് കാണണം, ഓന് പറഞ്ഞ പോലെ എക്സ്പോജർ കിട്ടണം. അപ്പോൾ ആ എക്സ്പോജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? അതിനും വേണ്ടിയിട്ട് നമ്മളൊരു ഇവൻറ്റ് വെച്ച്, ഈ ഇവൻറ്റിൽ ഓൾറെഡി ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്റ്റുഡൻസ്
ഇവരുടെ അടുത്ത് ഇവരെ ജേണി പറയുമ്പോൾ ഈ സ്റ്റുഡൻറ്റിന് കണക്ട് ആയി. ഓക്കെ, ഇത്ര ഹാർഡാണ് പഠിക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് മെൻറ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോസസ്സിൽ പോകുമ്പോൾ നമ്മളെ വിഷനും കമ്പനി ലൈക്ക് ഈ ആൾക്കാരും അലൈൻഡ് ആവും, ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാവും. അവിടെയാണ് ആ ഒരു ഇന്റേണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ഇത് പീപ്പിൾ പരിപാടികളാണ്, ഇത് പറയാ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. വിഷ്വൽ വേറെ ടോപ്പിക്കാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ സൗണ്ട് മാറ്ററാണ്. ഇപ്പം ചില മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇന്ന ബ്രാൻഡിൻ്റെ ആണ്. അതെ, ഇപ്പോൾ സരിഗമപ്പ എന്നുള്ളത് സാധനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സാധനം എന്ന് പറഞ്ഞേ, കൊക്കോകോലൻ്റെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായി. സ്മെല്ലുണ്ട്. ഇങ്ങനെ കുറേ എലിമെൻറ്റുകളുണ്ട് ബ്രാൻഡിങ്ങിൽ. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിലേക്കൊന്നും എത്തേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. പക്ഷെ ഇനിഷ്യൽ സ്റ്റേജ് ഈ ബ്രാൻഡിങ് മാറ്ററാണ്. അത് ബേസിക്കലി ചില ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ആ സ്മെല്ല് വരെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണ്. ആ സ്മെല്ല് വീണ്ടും കിട്ടുമ്പോൾ ഇത് അന്ന് ബ്രാൻഡ് റീകോൾ വരും. യെസ്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ബ്രാൻഡിൻ്റെ ടോണ് ശ്രദ്ധിക്കുക. നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും സെയിൽസ് ചെയ്യുക, സംസാരിക്കുന്നത് എല്ലാവരും സെയിൽസ് ചെയ്യുക. അപ്പം നമ്മളെ ടോൺ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കാൻ നമുക്കൊരു കണക്ഷൻ കിട്ടും. ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ആ കണക്ഷൻ നമ്മളെ വിഷനായിട്ട് അലൈൻ ചെയ്യാൻ മതി. മീൻസ് ബേസിക്കലി ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ഇ-കോം മാഫിയയിലും ചാമ്പ്യൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഹെൽപ്പ് അതേഴ്സ്. റെസ്റ്റ് വിൽ ഹാപ്പൻ, നെവർ ട്രൈ ടു സെൽ. ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോ ഓക്കെ, അപ്പൊ നമ്മളെ ആ ബ്രാൻഡിങ് വാട്ട് ഡു ദേ സ്റ്റാൻഡ് ഫോർ എന്നതിൽ അപ്പുറത്തിലാക്കി കിട്ടും. യെസ്. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ കാലിക്കറ്റാണത്, കുറേ ഹോർഡിങ് ഉണ്ട്, കുറേ ക്രിയേറ്റീവ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഹോർഡിങ്ങിൽ ഇപ്പോൾ ട്രെൻഡിങ് ഒരു ടൈപ്പ് ലൈക്ക് എന്താ പറയുക, കോപ്പി വെച്ചിട്ട് ഹുക്ക് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ക്യാമ്പയിൻ ഓൺ ആക്കുക. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അതെ, കറക്റ്റ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്രാൻഡിന്റെ ടോണും ഇതുമായിട്ട് അലൈൻ ഉണ്ടാവൂല. അവിടെ പെർസെപ്ഷൻ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം. ആ ട്രെൻഡ് എല്ലാ ബ്രാൻഡും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഓരോ ബ്രാൻഡിനും ഓരോന്നാണ് വേണ്ടത്. അതാണ് ഇപ്പം പിന്നെ എന്താ പറയാ, ഒരു ലക്ഷ്യ അത് ചെയ്ത് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവരും ചെയ്യേണ്ട ആവശ്യമല്ല. ഇല്ലേ, ലക്ഷ്യമല്ല ട്രെൻഡ് കൊണ്ടുപോകുന്ന ലൈഫ് സെറ്റ് എന്നുള്ളത്. അത് ഒരു ചെയ്യുമ്പോൾ അത് യുണീക്കാണ്, അത് എല്ലാവരും ചെയ്യണ്ട. അത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ക്യാരക്ടർ ഇല്ലാത്ത ബ്രാൻഡായിട്ട് റെപ്രസെന്റ് ആവാം. അപ്പോൾ ഇത് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആ റെസ്പെക്ട് അതിൽ വെക്കണം എന്നുള്ളതാണ്. ബ്രാൻഡിനോടുള്ള റെസ്പെക്ട് അവിടെ വെക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മള് മനുഷ്യന്മാരെന്താ നോക്കുക, ഓനെപ്പോലെ ഞാൻ ഡ്രസ്സ് ചെയ്യണമെന്ന് പറയില്ലല്ലോ. കറക്റ്റ്. ഞാൻ യുണീക്കായിട്ട് നിൽക്കാന്നുള്ളതല്ലേ പറയാ. അതെ. അപ്പോൾ ബ്രാൻഡ് ആസ് എ ഹ്യൂമൺ എന്നുള്ള രീതിക്ക് കാണാം. അപ്പോൾ നമുക്ക് ബ്രാൻഡ് എന്താ പറയുക, ടോണിലൊക്കെ വ്യത്യാസം കൊണ്ടുവരും. അപ്പം എക്സ്പീരിയൻസിൽ വ്യത്യാസം കൊണ്ടുവരാൻ തുടങ്ങും, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ട പീരീഡ് ഉണ്ട്, അപ്പൊ ചെയ്താൽ മതി. ഞാനും പോയി ചെയ്യാന്ന് പറയാം, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം അതില് കുറെ ഫെയിലായ ക്യാമ്പയിൻസ് ഉണ്ട്, വൃത്തിക്ക് നടന്ന ക്യാമ്പയിൻസ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും, പക്ഷെ നമുക്ക് വർക്ക് ആവുന്നില്ല. കറക്റ്റ്. അങ്ങനെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. ട്രൂ. പിന്നെ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിങ് പറഞ്ഞാൽ നിങ്ങൾ ആ മെട്രോ ബ്രാൻഡ് ചെയ്തിരുന്നു. അത് ഡിസൈൻ സ്കൂൾ ഉണ്ടായിരുന്നു. അത് ലൈക്ക് അത് ഹാരിസൺ കോ എന്ന് നമ്മൾ ചെയ്തതാ. ഏജൻസിയിൽ വണ്ടർലാൻഡ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വന്നൊരു റിക്വയർമെന്റ് ആയിരുന്നു. ലൈക്ക് വണ്ടർലാൻഡ് 25 years അതിന്റെ സെലിബ്രേഷൻ പാർട്ടായിട്ട് ചെയ്തതാ. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ബ്രീഫ് ഭയങ്കര വൈബ്രന്റ് ആവണം, നമ്മളെ റൈഡ്സ് ഒക്കെ നല്ലപോലെ കാണാൻ പറ്റണം, ആ ഒരു സ്കെയിലിൽ കാണാനുള്ളതാ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ സ്കെയിലാ, മെട്രോ ഭയങ്കര വലിയൊരു പ്രിന്റിലാ പോകുന്നുള്ളത്. അല്ല, മെട്രോയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. അതെ, മെട്രോയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും
നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നമുക്ക് ബ്രീഫ് വന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത് അവരെ നമ്മൾ തന്നെ മോഡൽസിനെ വെച്ച് ഐ മീൻ നമ്മളെ ടീം മെമ്പേഴ്സിനെ വെച്ചിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് അതിലൊരു മാനിപ്പുലേഷനും ആർട്ടും ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു 1 നൈറ്റ് കൊണ്ടാണ് അത് പുൾ ഓഫ് ചെയ്തത്. അത് ടൈം കൺസ്ട്രെയിൻ കൊണ്ടാണ്. അതിനുശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇറക്കിയത് ആക്ച്വലി. അത് ശരി. അപ്പോൾ ലൈക്ക് സമയം ഉണ്ടായിരുന്നു നമുക്ക് ഐഡിയാസിൽ കുറച്ചും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 1 നൈറ്റിൽ നമ്മളത് വൃത്തിക്ക് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള കണക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് വണ്ടർല. എല്ലാവരും പോയ സ്ഥലം വീഗാലാൻഡാണ്. അപ്പം ആ ഒരു സാധനം, ആ റൈഡും ആ ഒരു എന്താ പറയുക എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒച്ചപ്പാടാക്കി നമ്മൾ ഉള്ളിലുള്ള സാധനം എക്സ്പ്രസ് ചെയ്യുക, അത് നമ്മൾ ഡിസൈനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ഭയങ്കര ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പം അത് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൂഡ് ബോർഡ് ഉണ്ടാക്കി വരച്ചു കൊടുത്ത് അതിൽ നമ്മൾ ആർട്ട് വരച്ചിട്ടാണ് ഷോക്കേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കളേഴ്സും പിന്നെ കുറേ എന്താ പറയുക റെഫറൻസ് മോഡ് ഉണ്ടായിരുന്നു. ആൾക്കാർ എക്സ്പ്രഷൻ എങ്ങനെ വേണം, കളർ ടോൺ എങ്ങനെ വേണം, ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ വേണം. അതിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഭയങ്കര റിയലിസ്റ്റിക് ആർട്ട് എന്നുള്ള രൂപത്തിൽ ഭയങ്കര ഡയറക്റ്റ് സാധനം കൊടുക്കാം. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ഒരു ഇലുസ്ട്രേഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. വേറൊന്ന് ഭയങ്കര ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള തന്നെ പക്ഷെ റിയൽ ഇമേജ് കൊടുക്കാം. പക്ഷെ ഇതിൽ നമ്മൾ ഇലുസ്ട്രേഷനാണ് ചൂസ് ചെയ്തത്. കാരണം ആൾക്കാർ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് കാണണ്ട, കുറച്ചും ഒന്ന് കളേഴ്സൊക്കെ കണ്ട് ഒന്ന് കാമാവാന്നുള്ളതാണ്. അപ്പം ഇലുസ്ട്രേഷനാണ് നമുക്കും വർക്കായത്. അപ്പോൾ അത് കാണിച്ച് ക്ലയൻറ്റ് ഓക്കെയാണ്. അപ്പോൾ അത് കൊച്ചി മെട്രോ കുറച്ചു കാലം അവിടെ ഓടി. ഓക്കെ, എനിവേസ് എനിക്ക് മനസ്സിലായത്, എനിക്കിപ്പോൾ ഈ മൊത്തം എപ്പിസോഡ് മനസ്സിലായത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമോഷൻസ്. ബ്രാൻഡിങ് ഈസ് അബൌട്ട് ഇമോഷൻസ് ആണ്. ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ചിന്തിക്കുമ്പോൾ എന്ത് ഇമോഷനാണ് നമ്മളെ ഉള്ളിൽ വരുന്നത്, അതിൻ്റെ അറൗണ്ട് ആയിരിക്കും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അതിലൂടെ അത് ഞാൻ വിറ്റ്നസ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല, ഡിസൈൻ സ്കൂളിൻ്റെ കേസിൽ നമ്മൾ ഡിസൈനേഴ്സ് റൺ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ആസ്പെക്റ്റിലും അത് നോക്കും. അതിപ്പോൾ ഇപ്പം ഞാൻ ലൈക്ക് നമ്മൾ ഓഫർ ഷോക്കേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓഫറിൻ്റെ ടോൺ വ്യത്യാസമുണ്ട്. ഓഫറിൽ ഡയറക്റ്റ് ഓഫർ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ടേക്ക് വേറെ ടോൺ ഉണ്ട്. ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആഡ് റൺ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് വേറെ രീതിക്കാവും. ഒന്നെങ്കിൽ വീഡിയോ ക്വാളിറ്റി കൊണ്ട് വീഡിയോൻ്റെ പ്രസൻറ്റേഷൻ കൊണ്ട് എന്ത് ചെയ്യും ആ ടോൺ ചേഞ്ച് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പറയുന്ന കോണ്ടന്റിൽ ഈ സാധനം ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് പോവുക. അപ്പം ചില സ്ഥലത്ത് മാർക്കറ്റിംഗ് ആണ് ബ്രാൻഡിങ്ങിനെ കില്ല് ചെയ്യുക. ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പുറത്തും ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് ബേസിക്കലി ബാക്കിയുള്ളവരെ കണ്ട് അതേപോലെ ഫോമോ അടിച്ച് ചെയ്യുന്നതിന് പകരം ഒന്ന് അത് മനസ്സിലാക്കുക, നമ്മളെ ബ്രാൻഡ് എന്താന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് അലൈൻ ചെയ്യാന്നുള്ളത്. അല്ലാണ്ട് വെറുതെ അവൻ ചെയ്യുന്നോണ്ട് ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇല്ല അതാണ് മാറ്റർ ആവുക. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ് കൊണ്ടുവരുന്നത് കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പം കമ്മ്യൂണിറ്റിയാണ് എനിക്കിപ്പോൾ വർക്ക് ആയത്. നമ്മളവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ സ്കൂളിൽ ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് ഫുൾ കമ്മ്യൂണിറ്റി. അപ്പം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഡിസൈൻ സ്കൂളിൽ ആർട്ടിസ്റ്റുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക ഡിസൈൻ ചെയ്യുന്ന ആളെ വരാൻ പാടുള്ളൂ. അത് വെക്കുന്നതിന് പകരം നമ്മളെ ടോണ് ഷോക്കേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ വരും, നമ്മളെ കൂടെ കൂടും. അങ്ങനെ കൂടിയ കുറേ ആൾക്കാരുണ്ട്, കുറേ ഡിസൈനേഴ്സ് ഉണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഇതാണ് ഞാൻ ബ്രാൻഡിങ്ങിനെ കാണുന്നുള്ള. ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. മറ്റേത് ഒരു എക്സാം ഒക്കെ വെച്ച് അത് ബിസിനസ്സിൽ സ്കെയിലബിൾ മെത്തേഡ് അല്ല. എനിക്കിപ്പോൾ അങ്ങനെ ഒക്കെ റിജക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഓഫ് ഇതാണ് പോവുക. അതാണ്. ഓക്കെ, ഫൈൻ, താങ്ക് യു വെരി മച്ച്. എനിക്കൊന്ന് ബ്രാൻഡിങ്ങിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മളെ ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ടാവും. സോ അണ്ടിൽ വി സീ അഗെയിൻ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.